കൃഷ്ണ പ്രഭു പ്രഭു ഇട്ടിരിക്കുന്നു. ഓൾഡ് ലിങ്ക് ഇട്ടിരിക്കുന്നു പ്രഭു. ആഗസ്റ്റ് 30 ഞങ്ങൾക്കൊന്നും അതിൽ കയറാൻ പറ്റാണ്ട് എല്ലാരും വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ തെരഞ്ഞു പിടിച്ച് മോള് പോയി എടുത്തിട്ട് വന്നു. ഇപ്പം ഞാൻ ഫോർവേഡ് ചെയ്ത ഓൾഡ് ലിങ്ക് ആയിപ്പോ അല്ലേ? അതില് കേറാൻ നോക്കുമ്പോ കൊറേ നേരമായി നോക്കണു ഞങ്ങളൊക്കെ. പറ്റണാണ്ട് ഞാൻ നിക്കായിരുന്നു. പിന്നെ എന്തോ ചെയ്തോണ്ടിരുന്നപ്പോഴാണ് ഇത് കണ്ടു മിസ്റ്റേക്ക്. ഞാനും മനസ്സിലാക്കി അത് പഴയ ലിങ്കാണ്. ഞാൻ ഓർത്ത് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ആയിരിക്കുമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഡേറ്റ് നോക്കിയപ്പോ മനസ്സിലായി. പിന്നെ മോളിൽ പോയി തെരഞ്ഞ് കൊറേ മെസ്സേജ് വരുമ്പോ മോളിലേക്ക് പോയി തെരയണമല്ലോ നമ്മള്. ഞങ്ങളൊക്കെ വെയിറ്റിംഗില്. എന്താ അതിന്റെ എനിക്ക് ക്ലാസ് ഇല്ലേ? നല്ല വ്യക്തത ഉണ്ടായിരുന്നു. ഞാൻ ഇട്ട ലിങ്ക് അതായത് ഇന്നത്തെ ശ്ലോകത്തിന്റെ നമ്പർ കണ്ടപ്പോ തന്നെ എനിക്ക് തെറ്റായെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ഡേറ്റും അതെ, ആഗസ്റ്റ് 30 ലിങ്ക് ഇട്ടിരിക്കുന്നു പ്രഭു. ഇപ്പൊ ആ ലിങ്ക് കാണുന്നില്ലല്ലോ. അല്ല, ഞാനിട്ടു. എന്നിട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. മുമ്പത്തെ അതൊന്ന് തെരഞ്ഞെടുത്തിട്ട് ഞാൻ അഗൈൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, കേറാൻ പറഞ്ഞിട്ടുണ്ട് പ്രഭു അതില്. അതെയോ? ചിലവരൊക്കെ ഞങ്ങളൊക്കെ വെയിറ്റിംഗ് ആയിരുന്നു. ഇതുപോലെ പലരും വെയിറ്റിംഗ് ആയിരിക്കുമല്ലോ കേറാൻ പറ്റാണ്ട്. അതെ അതെ, 19 തൊട്ട് 24 വരെയാണ്. അപ്പൊ എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ ഞാൻ നോക്കിയിട്ട് ആ ലിങ്ക് കാണുന്നില്ല. എന്റെ മൊബൈലിൽ അതില്ലായിരുന്നു. എങ്ങനെ പോയി അത്? കാര്യം ഇന്നലെ ഇട്ടതാണ്. അധികം ദിവസം ആയില്ല, എന്നിട്ടും കാണുന്നില്ല. അറിയില്ല. ഞാനത് ഇന്നലെ ഇട്ടതും മുകളിലേക്ക് കൊറേ മെസ്സേജ് വരുമ്പോ ആ ലിങ്ക് മേലേക്ക് പോയിരിക്കുന്നു. അത് പോയി തെരഞ്ഞെടുത്തിട്ടു. അതെല്ല, ഓക്കെ. അപ്പം ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ. ബിന്ദു മാതാജി, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം മാതാജിയെ കണ്ടു. അത് തുടക്കത്തിൽ തന്നെ മാതാജിയെ കാണാൻ സാധിച്ചതിൽ സന്തോഷം. രതിദേവി മാതാജി ഹരേ കൃഷ്ണ. സുജന മാതാജി ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി ഹരേ കൃഷ്ണ. രാധിക മാതാജി ഹരേ കൃഷ്ണ. ഗീതാ മാതാജി ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി ഹരേ കൃഷ്ണ. ശ്രീരഞ്ജനി മാതാജിയെ കുറെ ദിവസങ്ങൾക്ക് ശേഷം കാണാൻ പറ്റി. ഹരേ കൃഷ്ണ. രമ മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭാരതി മാതാജി ഹരേ കൃഷ്ണ. ലൈല മാതാജി ഹരേ കൃഷ്ണ ഹരേ പ്രഭു. കൃഷ്ണ. ഹരേ കൃഷ്ണ. സതി മാതാജി ഹരേ കൃഷ്ണ. ഉഷാമണി മാതാജി ഹരേ കൃഷ്ണ. ഹരേ മാധവി കൃഷ്ണ രാധ പ്രഭു. മാതാജി ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. മാധവി രാധ മാതാജി ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറായിട്ട് ഇതിൽ വന്ന് വെയിറ്റ് ചെയ്യാണ്. ഹരേ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പത്മ മാതാജി ഹരേ കൃഷ്ണ. ശാന്തകുമാരി മാതാജി ഹരേ കൃഷ്ണ. ശോഭന മാതാജി ഹരേ കൃഷ്ണ. ഒപ്പോ മാതാജി ഹരേ കൃഷ്ണ. ആരാണ് ഒപ്പോ മാതാജി എന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. മാതാജിയാണോ പ്രഭുജിയാണോ? എന്താണ് ഓപ്പോ എന്ന് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടാ. വിലാസിനി മാതാജിയാണോ? എന്തു പറ്റിയെന്തോ. കുട്ടികളോട് ആരെങ്കിലും പറഞ്ഞ അവർ മാറ്റിയിട്ട് തരും മാതാജി. പേര് മാറ്റിയിട്ട് തരും. അത് മാതാജിയുടെ പ്രൊഫൈലിൽ പോയി അത് മാറ്റേണ്ടി വരും. ഇപ്പൊ തൽക്കാലത്തേക്കാണ് എനിക്ക് മാറ്റാൻ പറ്റും. അത് ഈ ഒരു ക്ലാസ് തീരുന്നതിനും വരെയേ പറ്റുള്ളൂന്നേ ഉള്ളൂ. അത് എനിക്ക് ഇവിടുന്ന് റീനെയിം ചെയ്യാൻ പറ്റും. മാതാജിക്കും ചെയ്യാൻ പറ്റും. വിലാസിനി മാതാജി കൈയോടെ ചെയ്തേക്കാം. അപ്പം ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. അപ്പൊ നമ്മള് ഇപ്പൊ ഭഗവത്ഗീത തുടക്കം അല്ലെ, സൈന്യ നിരീക്ഷണം എന്ന് പറയുന്ന ആദ്യത്തെ അധ്യായമാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് പലർക്കും പല ക്ലാസ്സുകളും മിസ്സായിട്ടുണ്ട്. നമ്മളപ്പം തുടക്കം മുതൽ തുടങ്ങിയാണ്. എന്നിട്ട് പലർക്കും കയറാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ചിലരൊക്കെ യൂട്യൂബിൽ അത് പോയി കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കയറാതിരുന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആ ഒരു ലിങ്ക് വിട്ടുപോകും. ലിങ്ക് വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലിങ്ക് അല്ല, സൂമിലെ ലിങ്ക് അല്ല, നമ്മൾക്ക് ആ ഒരു ക്ലാസ്സുമായിട്ടുള്ള ഒരു കണക്ഷൻ, അറ്റാച്ച്മെന്റ് വിട്ടുപോകും. അറ്റാച്ച്മെന്റ് വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മായ നമ്മളെ ഡ്രൈവ് ചെയ്യും. മായ നമ്മളെ പിടിച്ച് വേറെ സ്ഥലത്തേക്കൊക്കെ കൊണ്ട് വേറെ പലവിധ കാര്യങ്ങളിൽ ഏർപ്പെടുത്തി തരും. അപ്പൊ അതുകൊണ്ട് സത്സംഗം ഒരു കാരണവശാലും സത്സംഗം വിടരുത്. വിട്ട് കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നിയന്ത്രിക്കുന്ന പിന്നെ മായയായിരിക്കും. ആ ഒരു കാര്യം മാത്രം ഓർക്കണം. സത്സംഗമാണ് മായയുടെ ഏറ്റവും വലിയ ശത്രു. അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പരമാവധി ക്ലാസ്സിൽ കയറാനായിട്ട് ശ്രമിക്കണം. കാര്യം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ജനറൽ നോളജ് പഠിച്ചല്ലേ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ടല്ലേ. അപ്പൊ അതെല്ലാവർക്കും ഓർമ്മ ഉണ്ടാവോ? 2 ക്ലാസ്
ആ മാതാജി ഗുരുവായൂരായിരുന്നല്ലേ? ഞാൻ അറിഞ്ഞിരുന്നു. മറ്റേ അനുരാജ് പറഞ്ഞ് അറിഞ്ഞിരുന്നു മാതാജിയൊക്കെ ട്രെയിനിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒത്തു തന്നെ പോയത്. വന്നതൊത്തല്ല, ഞങ്ങൾ ഒത്തുപോയി. അതെ. അപ്പൊ അങ്ങനെ മാതാജി ഗുരുവായൂരപ്പനെയൊക്കെ കാണാൻ പറ്റിയല്ലേ? കണ്ട് നല്ലപോലെ പോയി തൊഴുത്. അതെ. അങ്ങനെ ഹരേ ഹരേ കൃഷ്ണ മല്ലിക മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മൾ ക്ലാസ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നമ്മളപ്പോ അതിന്റെ ഒരു സമ്മറി കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത് എന്നുള്ളത് നോക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാവരും തയ്യാറായിട്ടിരിക്കുവാന്ന് വിചാരിക്കുന്നു. നോട്ട് ബുക്ക് ഒന്ന് എടുത്തു നോക്കാതെ തന്നെ പറയാൻ അറിയാമോ? അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പറഞ്ഞത്? കുറെ ശംഖ് ധ്വനികളെ പറ്റിയാ പറഞ്ഞല്ലേ? ശംഖ് ആരൊക്കെ എക്സിറ്റ് ആയി പോകുന്നു? പേടിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പം എന്താ പറയുന്നത്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറെ ശംഖുകളെ പറ്റിയാണ് പറഞ്ഞല്ലേ? ഓരോരുത്തരുടെ ശംഖുകള്. അപ്പൊ അതിലെ ഭഗവാന്റെ ശംഖ് ഏതാണ്? പാഞ്ചജന്യം. അദ്ദേഹത്തിന് അത് എങ്ങനെയാണ് കിട്ടിയത്? പഞ്ചകൻ എന്ന അസുരന്റെ അസുരനെ അല്ലെങ്കിൽ ശംഖാസുരനെ വധിച്ചിട്ടാണ് ആ ശംഖിന്റെ അകത്ത് കുടിയിരിക്കുന്ന ഒരു അസുരനായിരുന്നു. അസുരനെ വധിച്ചിട്ടാണ് അദ്ദേഹം പാഞ്ചജന്യം കിട്ടിയത്. അത് ഏത് സന്ദർഭത്തിലായിരുന്നു? ശാന്തിവിനി മഹർഷിയുടെ ഗുരുദക്ഷിണ കൊടുക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ മകനെ ആവശ്യപ്പെട്ടപ്പോഴാണ് ഈ പറയുന്ന മകനെ അന്വേഷിച്ചിട്ട് പോയപ്പോ വരുണദേവൻ പറയുകയും അതനുസരിച്ചിട്ട് അവിടെ ചെന്നപ്പോ മകൻ അവിടെ ഇല്ല, ഓൾറെഡി യമപുരിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ശംഖാസുരൻ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ യമപുരിയിൽ ചെന്നിട്ട് യമദേവന്റെ അടുക്കൽ നിന്നാണ് തിരിച്ചു കൂട്ടിക്കൊണ്ടു വന്നത് ഭഗവാൻ ഈ പറയുന്ന സാന്ദീപനി മഹർഷിയുടെ മകനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അർജുനന്റെ ശംഖിന്റെ പേരെന്താണ്? ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. ചോദിക്കുന്നവര്. ഗീതാമാതാജി. ദേവദത്തം. ആരാണ് നൽകിയത്? വരുണ ഭഗവാൻ. അതേപോലെ തന്നെ ഭീമന്റെ ശംഖിന്റെ പേര് രമാമാതാജി. രമാമാതാജി. അല്ല, ഞാൻ ചോദിക്കുന്നവർ പറയുക. മാതാജി മ്യൂട്ടിലാണ്. ഫൗണ്ടർ. അത് ആരാണ് നൽകിയത്? ഓർമ്മയില്ല. മല്ലിക മാതാജി ആരാണ് നൽകിയത്? നാഗലോകത്തുനിന്ന് കിട്ടിയതാണ് അദ്ദേഹത്തിന്. അടുത്തത് ചോദ്യം ജ്ഞാനാംബിക മാതാജിയോടാണ്. യുധിഷ്ഠിരന്റെ ശംഖ്. യുധിഷ്ഠിരന്റെ ശംഖിന്റെ പേര് അനന്ത വിജയം. അതുപോലെ അടുത്ത ചോദ്യം രാധിക മാതാജിയോടാണ്. നകുലന്റെ സഹദേവന്റെ ശംഖ് അത് എവിടെ നിന്ന് കിട്ടി? സുഘോഷമണി പുഷ്പകങ്ങള്. അതെ. അത് അവരുടെ പിതാവായ അശ്വിനി ദേവന്മാരെ കൊടുത്തതാണ്. ഭീഷ്മദേവന്റെ ശംഖ് വിലാസിനി മാതാജി. അല്ല. ഭീമന്റെ ശംഖാണ് പൗണ്ഡ്രം. അതെ. ഭീഷ്മദേവന്റെ അറിയത്തില്ല. ഭാരതി മാതാജി. ഓർമ്മയില്ലല്ലേ? സതി മാതാജിക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. പത്മ മാതാജി. പത്മ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓർമ്മയുണ്ടോ മാതാജിക്ക്? ഗംഗാനാന്നോ? അതെ ഗംഗാനാം. ആരാണ് കൊടുത്തത്? ഗംഗാമാതാവ്. ഗംഗാമാതാവ്. ഇനി അടുത്തത് കർണന്റെ ശംഖിന്റെ പേര് രതിദേവി മാതാജി. പ്രഭു, ഹിരണ്യഗർഭ. അത് ആരുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്?
അദ്ദേഹത്തിന്റെ പിതാവ് ആരാണ് കർണദേവന്റെ? സൂര്യഭഗവാൻ. സൂര്യഭഗവാനാണ് വിളിച്ചത്. സൂര്യഭഗവാൻ. അതുപോലെ ദൃഷ്ടദ്യുമ്നന്റെ ശംഖിന്റെ പേര് ആരാണ് അടുത്തത്? ആർക്കാണ് അറിയാവുന്നത്? യമഘോഷ്. യമഘോഷ്. അത് ആരാ കൊടുത്ത പ്രഭു? അത് എനിക്ക് അറിയത്തില്ല. അത് അദ്ദേഹത്തിന് അഗ്നിയിൽ നിന്ന് കിട്ടിയാണ്. അദ്ദേഹം ഒരു യജ്ഞകുണ്ടത്തിൽ നിന്ന് വന്നല്ലേ, ആ ഉപ്പ് അദ്ദേഹത്തിന് കിട്ടിയതാണ്. അഗ്നിക്ക് തുല്യ തേജസ് ഉള്ളതാണ്. ഹിരണ്യഗർഭൻ സൂര്യദേവൻ. അതെ. ദുര്യോധനന്റെ ശംഖ്. അതെ, വിതാരക്. അദ്ദേഹത്തിന് അത് എവിടെ നിന്ന് കിട്ടി? ഗാന്ധാരത്തിന്റെ അതിർത്തിയിൽ നിന്ന് കിട്ടിയതാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇനി കഴിഞ്ഞ പ്രാവശ്യം ഈ ശംഖൂതി പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ശംഖൂതിയിട്ടുള്ള ആ ഒരു ഇതാണ് കണ്ടത്. ആ ശംഖധ്വനി വളരെ നിസ്സാരമായിട്ട് എടുക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല. അപ്പൊ നമ്മൾ ആ ശംഖത്തിന്റെ ഒരു സ്തോത്രം നമ്മൾ ജീവിച്ചായിരുന്നു അല്ല. ഈ ശംഖുചക്രങ്ങളായിട്ട് ജനിച്ച ആൾക്കാരുടെ ശ്രീരാമ അവതാരത്തിൽ പ്രഭുജി ദൃഷ്ടദ്യുമ്നന്റെ ശംഖിന്റെ പേര് ദൃഷ്ടദ്യുമ്നന്റെ എനിക്ക് കേൾക്കാൻ വരും. ദൃഷ്ടദ്യുമ്നന്റെ യമഘോഷ്. എന്തോന്നു? യമഘോഷ്. എക്കോ വരുന്നു. മ്യൂട്ടാക്കി എക്കോ വരുന്നു. അങ്ങനെ പ്രഭു ശബ്ദമേ ഇല്ല, ശബ്ദം കുറവാണ്. ശബ്ദമില്ല എന്നല്ല, എക്കോ വരികയാണ്. എക്കോ വരുന്നോണ്ട് സൗണ്ടേ ഇല്ല. അത് എല്ലാരും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് അപ്പൊ അത് കഴിഞ്ഞിട്ട് നോക്കാം. ഒരാള് മാത്രം ഓപ്പൺ ചെയ്തിട്ട് അവര് സംസാരിക്കുക, അപ്പം ശരിയാവും. ഇപ്പൊ കേൾക്കാമല്ലോ എല്ലാവർക്കും? അപ്പൊ നേരത്തെ ഒരുപാട് പേര് ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടാണ് എക്കോ തോന്നിച്ചത്. മനസ്സിലായില്ലേ? അപ്പൊ ഓരോരുത്തരായിട്ട് ചോദിക്കുക. യമഘോഷ് ആരുടെ ആയിരുന്നു? ദൃഷ്ടദ്യുമ്നൻ. ഓക്കെ. ഇനി അടുത്ത ആരുടെ? കർണന്റെ ഹിരണ്യഗർഭ്, ഭീഷ്മദേവന്റെ ഗംഗാനാം. ഇനി ആരുടെയും ഉണ്ടോ? നമ്മൾ ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോവാണ്, സമയം പോവാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതെല്ലാം എഴുതി വെച്ചിട്ട് എല്ലാവർക്കും തന്നെ സംശയമായി. ഗംഗാനാം. ഇനി നമ്മള് അപ്പൊ മനസ്സിലായില്ലേ? നമ്മൾ ഒരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ നമ്മളുടെ ഓർമ്മകളും എല്ലാം വിട്ടുപോയി. നമ്മൾ നോട്ട് എഴുതി എല്ലാവരും വെച്ചിരുന്നു, എന്നിട്ട് കൂടെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അപ്പൊ അത്രയ്ക്കാണ് ഭൗതിക ശക്തിയുടെ ആ ഒരു എന്താ ഇവിടെ പറയുന്നത്, ഭൗതിക ശക്തിയുടെ ഒരു ഇടപെടൽ അത്രയ്ക്കുണ്ടല്ലേ. വളരെ ശക്തിയാണ് ഭൗതിക, അതായത് മായാദേവിയും ഓർമ്മയുടെ ദേവിയും എല്ലാം നമ്മളെ എന്താണ് പറയുന്നത്, അങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തീരെ ഓർമ്മയില്ലാത്തൊരവസ്ഥ. നമ്മളപ്പം ഈ ശംഖ് ചക്രങ്ങളായിട്ട് അവതരിച്ച രണ്ടുപേരുണ്ടായിരുന്നു ശ്രീരാമ അവതാരത്തിൽ. ആരൊക്കെയാണ്? ശംഖ് ആരായിട്ടാണ് അവതരിച്ചത്? ഭരതനായിട്ട്. ശംഖ് ഭരതനും അതുപോലെ തന്നെ ചക്രം ശത്രുഘ്നുമായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ആ ശംഖിന്റെയും ചക്രത്തിന്റെയും വഴിപാടൊക്കെ കൊടുക്കുന്ന ക്ഷേത്രങ്ങളിൽ പോയ ഓർമ്മയുണ്ടോ? നിങ്ങൾ ആദ്യത്തെ തവണ പരിക്രമത്തിന് വന്നവരൊക്കെ നമ്മൾ പോയായിരുന്നു അല്ലേ? രാമപുരം, അതുപോലെ അമനകര, മേദിരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാലമ്പലത്തിൽ പോയായിരുന്നു അല്ലേ? അപ്പൊ അവിടെ നമ്മൾ വഴിപാട് എന്തായിരുന്നു? ശംഖായിരുന്നു അല്ലെ? ഭരതന്റെ ക്ഷേത്രത്തിൽ ശംഖായിരുന്നു, ശത്രുഘ്നന്റെ ക്ഷേത്രത്തിൽ ചക്രമായിരുന്നു അല്ലെ? അപ്പൊ നമ്മൾ ഇതുമായിട്ട് അനുബന്ധിച്ച് നമ്മളൊരു വിഷ്ണു സഹസ്രനാമത്തിലെ അതിന്റെ ആ ഒരു ബുക്കിലുള്ള ഒരു പഞ്ചായത്ത് സ്തോത്രം പറഞ്ഞിരുന്നത്. അത് ആർക്കാണ് ഓർമ്മയുള്ളത്? ഭഗവാനെ, ഒരു ഓർമ്മയില്ല. സുരസഹസ്രാരശിഖാതിതീവ്രം സുദർശനം ഭാസ്കരകോടിതുല്യം സുരദുഷാം പ്രാണവിനാശി വിഷ്ണോ ചക്രം സദാഹം ശരണം പ്രപദ്ധ്യേ. വിഷ്ണോർമുഖോത്താനിലപൂരിതസ്യ യസ്യ ധ്വനിർദാനവദർപ്പഹന്ത തം പാഞ്ചജന്യം ശശികോടിശുഭ്രം ശംഖം സദാഹം ശരണം പ്രപദ്ധ്യേ. ഹിരണ്മയീം മേരുസമാനസാരാം കൗമോദകീം ദൈത്യകുലൈകഹന്ത്രീം
വൈകുണ്ഠവാമാഗ്രകരാഭിമൃഷ്ടാം ഗദാം സദാഹം ശരണം പ്രപദ്ധി. യക്ഷോസുരാണാം കഠിനോഗ്രകണ്ഠച്ഛേദക്ഷരച്ചോണിതദിഗ്ധതാരം തം നന്ദകം നാമ ഹരേ പ്രദീപ്തം ഖഡ്ഗം സദാഹം ശരണം പ്രപദ്ധി. മനസ്സിലായോ? ഖഡ്ഗം അത് എന്താ, എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? തം നന്ദകം നാമ ഹരേ പ്രദീപ്തം. നന്ദകം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മറ്റെന്തായിരുന്നു? ഗദ എന്താണ്? ഖഡ്ഗം പറഞ്ഞ വാളല്ലേ പ്രഭു? അതെ, ഹിരൺമയും മേരു സമാനസാരം, മേരു പർവ്വതത്തിന്റെ തുല്യമായ വലിപ്പമുള്ള ആകൃതിയായിട്ടാണ് അദ്ദേഹത്തിന്റെ ഗദ ഇരിക്കുന്നത്. ഹിരൺമയും മേരു സമാനസാരം കൗമോദകിയും ദൈത്യ കുലൈകഹന്ത്രിയും, ദൈത്യന്മാരെല്ലാം നശിപ്പിക്കുന്നു, കൗമോദകി എന്ന പേരിൽ അറിയപ്പെടുന്നു. കൗമോദകിയാണ് അദ്ദേഹത്തിന്റെ ഗദയുടെ പേര്. വൈകുണ്ഠ വാമാഗ്രകരാഭിമൃഷ്ടാം, വൈകുണ്ഠ ഭഗവാന്റെ മഹാവിഷ്ണുവിന്റെ ഇടത് കയ്യിലിരിക്കുന്നു. വാമാഗ്രകരാഭിമൃഷ്ടാം ഗദാം സദാഹം ശരണം പ്രപദ്ധി. രക്ഷോസുരാണാം കഠിനോഗ്രകണ്ഠ ഛേദക്ഷര ചോണിത ദിഗ്ധതാരം തന്നന്തകം നാമ ഹരേ പ്രദീപ്തം ഖഡ്ഗം സദാഹം ശരണം പ്രപദ്ധി. ഖഡ്ഗം എന്ന് പറഞ്ഞാൽ വാള്. ഖഡ്ഗം നന്ദകം നന്ദകം എന്ന് പറഞ്ഞാൽ ഏതാ വാളാണോ? വാള്. തന്നന്തകം നാമ ഹരേ പ്രദീപ്തം ഖഡ്ഗം സദാഹം ശരണം പ്രപദ്ധി. യജ്ഞാനി നാമ ശ്രവണാസുരാണാം ചേതാംസി നിർമുക്ത ഭയാനി സദ്യ തം. അടുത്ത ലാസ്റ്റത്തെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഒരെണ്ണോടെ 5 ആയുധങ്ങളാണ് ഭഗവാൻ ഉള്ളത്. അതെനിക്ക് ഓർമ്മയിൽ കിട്ടുന്നില്ല. ഇത് ഞാൻ ഒരുപാട് മുൻപേ പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവരൊക്കെ ഉണ്ട്, പലരും ഉണ്ട്. എന്നിട്ട് നിങ്ങൾക്കാർക്കും ഇത് ഓർമ്മയില്ലാതെ വന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. യജ്ഞാനി നാഥ ശ്രവണാസുരാണ ചേതക്ഷര. അടുത്ത എന്താണ്? ഭഗവാന്റെ ഒരു ഇതുണ്ട്, അമ്പുമില്ലും ഉണ്ട് അല്ലേ? അതിനൂടെ അങ്ങനെ 5 ആയുധങ്ങളാണ് ഭഗവാന്റെ. 5 ആയുധങ്ങളെ പറ്റിയുള്ള സ്തോത്രമാണ്. ശ്രീരഞ്ജനി മാതാജി പറഞ്ഞിട്ടുണ്ടോ? ശാർങ്ങം സദാഹം ശരണം പ്രപദ്ധ്യേ. ശാർങ്ങായുധധാരി എന്നാണ് ഭഗവാനെ പറയുന്നത്. ശാർങ്ങം സദാഹം ശരണം പ്രപദ്ധ്യേ. അപ്പൊ കൗമോദകി അദ്ദേഹത്തിന്റെ ഗദ. ഖഡ്ഗം എന്ന് പറഞ്ഞ തന്നന്തകം നാമ ഹരേ പ്രദീപ്തം ഖഡ്ഗം സദാഹം ശരണം പ്രപദ്ധ്യേ. മറ്റേത് ശാർങ്ങം, ശാർങ്ങായുധധാരി എന്നാണ് ഭഗവാനെ പറയുന്നത്. ഈ 5 ആയുധങ്ങളെ പറ്റിയുള്ള ആ ഒരു സ്തോത്രം ജപിച്ചിട്ട് നമ്മൾ ഏത് വനത്തിൽ കൂടെ എങ്ങനെ പോയാലും യുദ്ധത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു പരാജയഭീതി ഉണ്ടാകില്ല എന്നാണ് അതിന്റെ ഫലശ്രുതിയിൽ പറയുന്നത്. വനേ രണേ ശത്രു ജലാഗ്നിമധ്യേ എതിർശ്ചാപൽസു മഹാഭയേഷു ഇതം പഠൻ സ്തോത്രം അനാകുലാത്മാ സുഖീ ഭവേ തത്കൃത സർവരക്ഷക. അപ്പൊ ഈ വിഷ്ണു സഹസ്രനാമ സ്തോത്രം പ്രത്യേകമാണോ അത്? വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിന്റെ കഴിഞ്ഞിട്ട് അതിന്റെ അകത്ത് പ്രത്യേകമായിട്ട് പറയുന്നതാണ്. ആ ഒരു ബുക്കിന്റെ അകത്തുണ്ട്. അതിനകത്ത് ഇല്ല, ഇതിനകത്തൊന്ന് ഇട്ടേരെ പ്രഭു. ഗ്രൂപ്പിൽ ഒരു കോപ്പി എടുത്തൊന്ന് ഇട്ടേര്. ഞാനത് അതിന്റെ കോപ്പി കിട്ടാം. അതതിന്റെ ഈ ശാർങ്ങായുധധാരി എന്നുള്ള ആ ശാർങ്ങത്തിന്റെ ശ്ലോകം എനിക്ക് കിട്ടുന്നില്ല. അത് ഞാൻ കിട്ടുമ്പോ അതുകൂടെ കൂടി പറഞ്ഞുതരാം. എനിക്കത് ഞാനത് നിത്യേന ജപിക്കുന്ന ഒരു ഈ 5 വിഷ്ണു പഞ്ചായത്ത് സ്തോത്രം ജപിക്കുന്നതാണ്. കാര്യം ശത്രുപീഡകളിൽ നിന്ന്, അതായത് നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടല്ലേ. അപ്പൊ ഭഗവാന്റെ ഈ 5 ആയുധങ്ങളും നമ്മുടെ ഉള്ളിലുള്ള ശത്രുക്കളെ തന്നെ ആദ്യം ഇല്ലാതാക്കും. അതിനുശേഷം നമ്മളുടെ പുറത്ത് നിന്ന് നമ്മൾക്ക് വരാനായിട്ട് സാധ്യതയുള്ള ശത്രുക്കളെയൊക്കെ എന്താണ് ബാരിയർ ഇട്ട് നിർത്തും, അവിടെ കൊണ്ട് നിർത്തും. അതാണ് അതിന്റെ ഫലശ്രുതി പറയുന്നത് അല്ലേ. വനേ രണേ ശത്രു ജലാഗ്നി മധ്യേ എതിർശ്ചാപൽസു മഹാഭയേഷു. നമ്മൾ യാദൃശികമായിട്ട് എന്തെങ്കിലും മഹാഭയം ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ എതിർശ്ചാപൽസു മഹാഭയേഷു ഇതം പഠൻ സ്തോത്രം അനാകുലാത്മാ സുഖീ ഭവേത് തത്കൃത സർവരക്ഷക. സർവരക്ഷകനായി ഭഗവാൻ നമ്മളെയൊക്കെ സുഖമായിട്ട് ഇരിക്കാനായിട്ട് അനുവദിക്കുന്നു. ഈ ഒരു ശ്ലോകം നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. ഞാൻ നോക്കാം മാതാജി, എന്റെ കയ്യിൽ ആ വിഷ്ണു സഹസ്രനാമത്തിന്റെ ബുക്ക് കാണുന്നില്ല. ഞാന് നമ്മളുടെ പ്രോഗ്രാം ഇവിടെ നടന്നപ്പോ ഏറ്റുമാനൂർ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് അവിടെ വെച്ചിട്ട് അത് നഷ്ടപ്പെട്ട പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഏറ്റുമാനൂർ ആ ഹാളിൽ ഉണ്ടായിരുന്നു എന്റെ ഈ ബുക്ക്. അത് കഴിഞ്ഞിട്ട് കാണുന്നില്ല, എവിടെയാണെന്ന് അറിയില്ല. ഞാൻ ഒന്നുകൂടെ ഒക്കെ ബാഗിലൊക്കെ നടിച്ചു പെറുക്കി നോക്കട്ടെ. എന്റെ കയ്യിൽ ബുക്കുണ്ട്, ബുക്കിനകത്ത് അതില്ല. വിഷ്ണു പഞ്ചായത്ത് സ്തോത്രം
കുറെ ബുക്കുണ്ട് നോക്കി എല്ലാത്തിലും അതിനകത്ത് നോക്കാം. ലക്ഷ്മി ദേവിയുടെ ഒരു പക്ഷെ സ്തോത്രം കൂടെ ഉണ്ട്. വന്ദേ പത്മകരാം പ്രസന്നാം എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകമൊക്കെ കൂടിയിട്ടുള്ള ഒരു വന്ദേ പത്മകര ഉണ്ട്, അതുണ്ട്. വന്ദേ പത്മകരാം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു കീർത്തനമൊക്കെ ഉണ്ട്. അതിനകത്ത് ലക്ഷ്മി ദേവിയുടെ ഉണ്ട്. അതുപോലെ തന്നെ അബദ്ധധാരണ സ്തോത്രമുണ്ട്, ആപത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നത്, അങ്ങനെ കുറെ അത് അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ശ്ലോകത്തിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ ശ്ലോകം എത്രാമത്തെ? 19 മുതലല്ലേ? 19 തൊട്ട് 24 വരെ. അപ്പൊ നമ്മള് കണ്ടത് എന്താണ്? ഈ പറയുന്ന ശംഖുകളെല്ലാം എല്ലാവരും ഊതി. എന്നിട്ട് അടുത്തത് എന്താണ് നമുക്ക് നോക്കാം. 19ാമത്തെ ശ്ലോകം. സഘോഷാം ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യദാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമൂലോഭ്യ അനുദായുനാദയൻ. സഘോഷാദാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യദാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമൂലോ അഭ്യനുദായതൻ. സഘോഷാദാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യദാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമൂലോഭ്യനുനാദയൻ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീല പ്രഭുപാദ്. തുമൂലാഹി ഏകോപിച്ച് തന്നെയുള്ള, അതല്ലെങ്കിൽ എങ്ങ് നിറഞ്ഞതായ, സഘോഷ ആഘോഷം, നഭശ്ച ആകാശത്തെയും, പൃഥിവീം ച ഏവ ഭൂമിയെയും, അനുനാദയൻ മാറ്റുലി കൊള്ളിച്ചിട്ട്, ധാർത്തരാഷ്ട്രാണ് ധൃതരാഷ്ട്രപുത്രന്മാരുടെ, ഹൃദയാനി ഹൃദയങ്ങളെ, വ്യദാരയത് പിളർന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? നമുക്ക് ഇതിലേക്ക് ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരും മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാമി സ്വപാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധ കൃഷ്ണപാദാൻ സഗണ ലളിതാ ശ്രീ വിശാഖാനിതാൻ ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി. ഹരിപ്രിയേ മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനതാരണം പരമാനന്ദമാധവം. ശ്രീ ചൈതന്യ ഈശ്വരം വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയവദാക സ്വാമിനി നാമിനെ നമാചാര്യായ പദാനിത്തായ കൃപാപ്രദായിനി ഗൗരഗദാ ദാമോദായ നഗരഗ്രാമധാരണേ നമ. ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ വിവർത്തനം. ജയ് ശ്രീല പ്രഭുപാദ്. വിവിധ ശംഖങ്ങളിൽ നിന്ന് ഉയർന്ന ഈ നാദഘോഷം ഭൂമിയിലും അന്തരീക്ഷത്തിലും മാറ്റിലിക്കൊണ്ടു ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയം പിളർക്കുകയുണ്ടായി. ഇത് ആരോട് പറഞ്ഞതായിരുന്നു? ഭഗവത്ഗീതയില് ഉഷാമണി മാതാജി. മാതാജി കേൾക്കാമോ? രമ മാതാജി, ഈ സന്ദർഭം ആരോട് പറഞ്ഞായിരുന്നു? ഇത് നമ്മൾ തുടങ്ങിയ ശ്ലോകത്തില് സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ? അപ്പം ഇത് സഞ്ജയൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലേ? അപ്പം സഞ്ജയൻ എന്താണ് പറയുന്നത് ഇവിടെ? അതായത് ധൃതരാഷ്ട്രോട് പറയുവാണെങ്കിൽ ധൃതരാഷ്ട്രയുടെ അടുത്ത സഹചാരി, തോഴൻ, സുഹൃത്ത് ഒക്കെ ആയിട്ട് കൂടി സഞ്ജയൻ ആരുടെ പക്ഷത്താണ് ശരിക്കും? പാണ്ഡവരുടെ പക്ഷത്താണ്, ന്യായത്തിന്റെ പക്ഷത്താണ് സഞ്ജയൻ നിൽക്കുന്നത്. അതല്ലേ ഈ പറയുന്ന ഒരു സംഭാഷണം സഞ്ജയനിൽ നിന്ന് വരാൻ കാര്യല്ലേ?
വിവിധ ശംഖങ്ങളിൽ നിന്ന് ഉയർന്ന ഈ നാദഘോഷം ഭൂമിയിലും അന്തരീക്ഷത്തിലും മാറ്റിലിക്കൊണ്ട് ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയം പിളർക്കുകയുണ്ടായി. അപ്പൊ ധൃതരാഷ്ട്രർക്ക് ഇഷ്ടം വരുന്നത് പോലെ പറഞ്ഞ് അദ്ദേഹത്തെ സുഖിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അനുചരന്മാര്. പക്ഷെ അങ്ങനെ ഒരിക്കലും സഞ്ജയൻ പറഞ്ഞിട്ടില്ല. അവസാനം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, അവസാനം അദ്ദേഹം പറഞ്ഞ ശ്ലോകം എന്താണ്? എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര ഛത്രശ്രീ വിജയർമമ. വിജയം സുനിശ്ചിതമാണെന്ന് പറയുകയാണല്ലോ, സഞ്ജയൻ പറഞ്ഞു നിർത്തുകയാണ്. അപ്പൊ അവിടെ വിജയം അപ്പൊ ഇവിടെയും പറയാണ് ധൃതരാഷ്ട്രപുത്രന്മാരുടെ കാര്യം. അവരെന്തുകൊണ്ടാണ്? അനീതി പ്രവർത്തിക്കുന്നവരാണ്, അല്ലെ അധർമ്മം പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇതേപോലുള്ള ശംഖനാദം, അതായത് ഭഗവാന്റെയും അതുപോലെ അർജുനന്റെയും ഒക്കെ അവരുടെ ആ ഒരു ശംഖനാദം കേട്ടപ്പോൾ തന്നെ അവരുടെ ഹൃദയം പിളർക്കുകയുണ്ടായി. കാര്യം അത്രയ്ക്ക് ആ ശംഖനാദം തന്നെ അത്രയ്ക്ക് ദൃഢമാണ്, അല്ലെങ്കിൽ അത്ര മാറ്റിക്കൊള്ളുന്നതാണ്. അവർക്ക് വിറയലുണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു, അല്ലെ? ഇനി ബാക്കിയുള്ള കാര്യവും ഇവിടെ അങ്ങ് നടന്നാൽ മതി. ഇപ്പൊ തന്നെ ഈ ശംഖ് വിളിച്ചപ്പോ തന്നെ എന്താണ് അവരുടെ ഹൃദയം പിളർന്നുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ വിജയം ആർക്ക് സുനിശ്ചയം? ഇടയ്ക്കിടയ്ക്ക് സഞ്ജയർ സൂചന നൽകിക്കൊണ്ടിരിക്കുകയാണ്. അല്ലയോ ധൃതരാഷ്ട്രരെ, അതായത് പുറമേ അന്ധനല്ല, മനസ്സിലും അന്ധനായിട്ടിരിക്കുന്ന അല്ലയോ ധൃതരാഷ്ട്രരെ, താങ്കൾ ഇനിയെങ്കിലും ഉണർന്ന് ചിന്തിക്കൂ, ഉണർന്ന് പ്രവർത്തിക്കൂ, ഈ യുദ്ധം നിർത്തൂ എന്നുള്ള സൂചനകൾ ഒരുപാട് തവണ കൊടുത്തിട്ടും നമ്മളെ പോലെയാണ് ധൃതരാഷ്ട്രരുടെ അവസ്ഥ, അല്ലേ? നമ്മൾ ഈ ഭഗവത്ഗീത മുഴുവൻ കേട്ടിട്ട് നമ്മൾ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ വയ്യാത്ത അവസ്ഥ വരുന്നു, അല്ലെ? നമ്മൾക്ക് ഓരോരുത്തർക്കും എന്ന് പറഞ്ഞ പോലെ ധൃതരാഷ്ട്രരുടെ അവസ്ഥയായി നമ്മൾക്ക് ഓരോരുത്തർക്കും, അല്ലെ? അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് കരകയറണം, അല്ലെ? ഈ പറയുന്ന സഞ്ജയൻ ഇടയ്ക്കിടയ്ക്ക് ഗൈഡൻസ് തരുന്നുണ്ടല്ലോ, അവിടെ ഇവിടെ എല്ലാം തൊട്ടും തൊടിയിപ്പിച്ചും പറയുന്നുണ്ട്. അപ്പൊ ഈ യുദ്ധം നിർത്തണമെങ്കിൽ ധൃതരാഷ്ട്രം ഒന്ന് ഇടപെട്ടാൽ മതി, യുദ്ധം നിൽക്കും. മഹാരാജാവാണ്, അല്ലെ? സർവ്വ അധികാരങ്ങളും ഉണ്ട്. മറ്റേ ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ യുവരാജാവാണ്. അപ്പൊ ഈ മഹാരാജാവിനാണ് അധികാരം എപ്പോഴും. മഹാരാജാവ് നിരൂപിച്ചു കഴിഞ്ഞാൽ യുദ്ധം നിന്ന നിപ്പിൽ നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സൂചന സഞ്ജയൻ കൊടുക്കുകയാണ്. അതിന്റെ ഭാവാർത്ഥം വായിക്കുക ജ്ഞാനാംബിക മാതാജി. ഭാവാർത്ഥം ശീലപ്രഭുവാത്. ദുര്യോധന പക്ഷത്തുള്ള കേക്കാവോ പ്രഭു? ദുര്യോധന പക്ഷത്തുള്ള ഭീഷ്മാദികൾ ശംഖൂതിയപ്പോൾ പാണ്ഡവരുടെ ഹൃദയം പിളർന്നതായി പറയുന്നില്ല. പക്ഷെ ഇവിടെ ധാർത്തരാഷ്ട്രന്മാരുടെ ഹൃദയങ്ങളെ ശംഖഘോഷം പിളർന്നു എന്ന് എടുത്തു കാണിക്കുന്നു. ഇത് കൃഷ്ണ ഭഗവാനിൽ പാണ്ഡവർക്കുള്ള വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏതൊരു മഹാവിപത്തിന്റെ നടുവിലും പരമദിവ്യോത്തമ പുരുഷനിൽ അഭയം തേടിയവർക്ക് പേടിക്കാനില്ല. ഹരേ കൃഷ്ണ. ഹരിബോൾ. മനസ്സിലായോ? ഏതൊരു മഹാവിപത്തിലും നമ്മള് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനിൽ അഭയം പ്രാപിക്കുന്നവർക്ക് യാതൊരു തരത്തിലും പേടിക്കേണ്ടത് ആവശ്യമില്ല. അടിവരെ ഇട്ട് വെച്ചോളൂ. അപ്പൊ നമ്മൾ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട സംഭവമാണ്, അല്ലെ? നമ്മൾ അവിടെ ഇവിടെ എന്ന് വെച്ച് വ്യതിചലിക്കേണ്ട ആവശ്യമില്ല, അല്ലെ? നമ്മൾ അവിടെ ഇവിടെ ഈ ഓരോ ഇതും നമ്മൾക്കുള്ള സൂചനകളാണ്, അല്ലെ? നമ്മളിങ്ങനെ നൂൽപാലത്തെ നിൽക്കുക, അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാന്നുള്ള രീതിയിൽ നമ്മളുടെ ഓരോരുത്തരുടെ അവസ്ഥയാണിത്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള നമ്മള് വിചാരിക്കേണ്ട കാര്യം എന്താണ്? മനസ്സിൽ ദൃഢമായിട്ട് ഉറപ്പിച്ചു വെക്കേണ്ട ഒരു കാര്യം, ഏതൊരു സാഹചര്യത്തിലും പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണനിൽ ശരണാഗതി അടയുന്നവർക്ക്, അല്ലെങ്കിൽ പൂർണ്ണ വിശ്വാസമുള്ളവർക്ക് എന്താണ് നമുക്ക് എന്തിനേലും പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ മുമ്പേ വിഷ്ണു പഞ്ചായത്ത് സ്വസ്ഥനം പറഞ്ഞപ്പോ പറഞ്ഞല്ലേ, വനത്തിലോ രണത്തിലോ എവിടെയാണെങ്കിലും ശത്രുക്കളുടെ മുമ്പിലാണെങ്കിലോ നമ്മൾ അറിയാതിരിക്കുമ്പോൾ ഒരു ആപത്ത് പെട്ടെന്ന് നമ്മളുടെ മുന്നിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് യാതൊരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. യാതൊരു തരത്തിലുള്ള ഒരു പേടി നമ്മളെ വന്നടിക്കില്ല, അല്ലെ? ഏത് സുനാമി വന്നോട്ടെ, ഏത് വലിയ ഉരുൾപൊട്ടൽ വന്നോട്ടെ, അതായത് കൃഷ്ണഭക്തന്മാർക്ക് എന്താണ് ആ ഉരുൾപൊട്ടലിൽ നമ്മളെ ഒരാളെ മാത്രം അവിടെ ഒരു ദ്വീപ് പോലെ വെച്ചിട്ട് അങ്ങനെ ഉരുൾപൊട്ടൽ പോകില്ല. പക്ഷെ എന്താണ് ചെയ്യുന്നത്? നമ്മൾക്ക് ചെല്ലേണ്ട ഒരു സംഭവം, നമ്മൾ ഈ ശരീരത്തെ അല്ലേ കാണുന്നത്, അല്ലെ? ശരീരം അത് എവിടെയെങ്കിലും പൊക്കോട്ടെ, അതെന്താണ് മലവും മൂത്രവും ചലവും ചോരയൊക്കെ നിറഞ്ഞ് ശരീരം എവിടെയെങ്കിലും പോട്ടെ, പക്ഷെ നമ്മളുടെ ആത്മാവെന്ന് പറഞ്ഞൊരു സാധനം, അതാണല്ലോ ഞാൻ എന്ന് പറയുന്നത് എന്റെ ആത്മാവല്ലേ, എന്റെ ശരീരമല്ലല്ലോ. അപ്പൊ അത് പഠിച്ചു കഴിയുമ്പോൾ ഈ ആത്മാവ് എവിടെയാണ് പോകുന്നത് എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി, അല്ലെ? ചിലരൊക്കെ ഇങ്ങനെ പറയാറുണ്ടല്ലോ, അവിടെ ഒരു കൃഷ്ണഭക്തൻ ഉണ്ടായിട്ട് എന്നിട്ട് അവരുടെ വീടും എടുത്തു കളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ അതും ഇതും പറയാറുണ്ട്. ഒരു ക്ഷേത്രം എടുത്തുകൊണ്ട് പോയി ഉരുൾപൊട്ടലിൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പുറമേ കാണുന്ന സംഭവം അല്ലല്ലേ, നമ്മളുടെ ആത്മാവ് അതിനെവിടെ പോകാൻ പറ്റുന്നു, എങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പൊ കൃഷ്ണഭക്തന്മാരുടെ ആത്മാവ് എങ്ങോട്ടാണ് പോകേണ്ടതെന്നും
അതുപോലെ തന്നെ ഈ അതൊക്കെ എന്താണ് ഭഗവാനാണ് തീരുമാനിക്കുന്നത് അല്ലേ? എങ്ങനെ വേണേലും മരണം എങ്ങനെ വേണേലും ശരീരം ഈ നശ്വരമായ ശരീരം എങ്ങനെ വേണേലും പോട്ടെ, കുറച്ച് കഴിയുമ്പോഴത്തേന് എന്താണ് കുറെ പുഴുക്കളൊക്കെ അരിച്ച് മണ്ണോട് മണ്ണാണ്ട് ഇതാണല്ലോ. അപ്പൊ നമ്മൾ ഇതിനെ ഓർത്തിട്ടാണ് നമ്മൾ എന്താണ് ഈ ഒരുപാട് വ്യസനിക്കുന്നതും വേദനിക്കുന്നതും നമ്മളുടെ ദുഃഖങ്ങളും എല്ലാം ഈ ശരീരത്തെ ഓർത്തിട്ടാണ്. പക്ഷെ നമ്മൾ ആ ആത്മാവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുവാണെങ്കിൽ ആത്മാവ് എറ്റേണൽ ആണല്ലേ, എറ്റേണൽ ആണ്. അതിനെന്താണ് ഒരിക്കലും നാശമില്ലാത്തതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ നാശമില്ലാത്ത വസ്തുവിനെ പറ്റി പഠിക്കുക, അത് മനസ്സിലാക്കുക, അത് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക. അടുത്തത് 20-ാമത്തെ ശ്ലോകം. അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കവിധ്വജ പ്രവൃത്തെ ശാസ്ത്ര സമ്പാദേ ധനുരുദ്യമ പാണ്ഡവാം ഋഷികേശം തഥാ വാക്യം മിതമാഹ മഹീപദേ. അഹ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കവിധ്വജാം പ്രവൃത്തെ ശാസ്ത്ര സമ്പാദേ ധനുരുദ്യമ പാണ്ഡവാം ഋഷികേശം തഥാ വാക്യം ഇതമാഹ മഹീപദേ. അധ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കവിധ്വജാ പ്രവൃത്തെ ശാസ്ത്ര സമ്പാദേ ധനുരുദ്യമ പാണ്ഡവാ ഋഷികേശം തഥാ വാക്യം ഇതമാഹ മഹീപദേ. ഇപ്പൊ ഞാൻ 19-ാമത്തെ ശ്ലോകം വായിപ്പിച്ചിട്ടില്ലായിരുന്നു ആരെ കൊണ്ടും. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യ സുജന മാതാജി 19-ാമത്തെ ശ്ലോകം വായിച്ച് അത് കഴിഞ്ഞ് 20 കൂടെ വായിച്ചു. മൈക്ക് ഓണാക്കും മാതാജി. ഓണായിട്ടില്ല ഇതുവരെ. ഇന്ന മാതാജി ശരിയായിട്ടിരുന്നു. ഞാൻ അടുത്ത ആളെ വിളിക്കാം. കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. സഘോഷോദാത്തരാഷ്ട്രാണാം ഹൃദയാണി വിദാരയത് നഭച്ച പൃഥിവീം ചൈവ സ്വമൂലോ അഭ്യനുനാദയൻ. അതവ്യവസ്ഥിതാൻ ദൃഷ്ടാ ധാർത്തരാഷ്ട്രൻ കവിധ്വജ പ്രവൃത്തെ ശാസ്ത്ര സമ്പാദേ ധനുരുദ്യമ പാണ്ഡവ ഋഷികേശം തഥാ വാക്യം ഇദമാഹ മഹീപദേ. ഹരി ബോൾ. ഹരേ ഹരേ കൃഷ്ണ. സുജന മാതാജി. സഹോഷോദാർത്തരാഷ്ട്രാണാം ഹൃദയാനി വിദാരയത് നഭഞ്ച പൃഥിവീം ചൈവ തുമുലോ യുനാദയൻ. തമുലോ അഭ്യുനോദാനാദയൻ. അധവ്യവസ്ഥിതാൻ ദൃഷ്ടോദാർത്തരാഷ്ട്രാൻ കവിധ്വജ പ്രവർത്തെ ശാസ്ത്ര സമ്പാദേ ധനുരുദ്യമ പാണ്ഡവ ഋഷികേശം തഥാ വാക്യമിദമാഹ മഹീപദേ. ഹരേ കൃഷ്ണ. രതിദേവി മാതാജി. സഘോഷോദാർത്തരാഷ്ട്രാണാം ഹൃദയാനി വിദാരത് നഭച്ച പൃഥിവീം ചൈവ തുമുലോऽഭ്യുനാഥയൻ. അധവ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കവിധ്വജ പ്രവൃത്തെ ശസ്ത്ര സമ്പാദേ ധനുരുദ്യമ പാണ്ഡവ ഋഷികേശം തഥാ വാക്യമിദമാഹ മഹീപദേ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുപാദരുടെ പ്രധാനപദ തർജ്ജമ. ജയ് ശ്രീലപ്രഭുപാദ്. മഹീപദേ രാജാവേ അഥ അനന്തരം പിന്നെ ശാസ്ത്ര സമ്പാദേ അമ്പെയ്യുവാൻ പ്രവൃത്തി ആരംഭിച്ചപ്പോൾ കവിധ്വജ ഹനുമാൻ കൊടി അടയാളമുള്ള പാണ്ഡുപുത്രൻ അല്ലെങ്കിൽ അർജുൻ വ്യവസ്ഥിതാൻ യുദ്ധം ചെയ്യാൻ നിലയുറപ്പിച്ചു. ധാർത്തരാഷ്ട്രൻ ധൃതരാഷ്ട്രപുത്രന്മാരെ ദൃഷ്ടുവ കണ്ടിട്ട് ധനു വില്ല് ഉദ്യമ എടുത്ത് തഥാ അപ്പോൾ ഋഷികേശം കൃഷ്ണനോട് ഇതം വാക്യം ഈ വാക്ക് ആഹ പറഞ്ഞു. അതിന്റെ വിവർത്തനം രമാ മാതാജി. ഹരേ കൃഷ്ണ. അല്ലയോ രാജാവേ, പിന്നെ പാണ്ഡുപുത്രനായ അർജുനൻ ഹനുമാൻ കൊടിയടയാളമായുള്ള തേരിൽ ഇരുന്നു കൊണ്ട് വില്ലെടുത്ത് ശരങ്ങൾ ഉതിർക്കാൻ തയ്യാറായി. മറുവശത്ത് അണിനിരന്നു നിന്ന കൗരവ സൈന്യത്തെ നോക്കി കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ഗീതാ മാതാജി. ഹരേ കൃഷ്ണ. യുദ്ധം തുടങ്ങുകയായി. രണാങ്കണത്തിൽ കൃഷ്ണന്റെ നിർദ്ദേശം പ്രവർത്തിക്കുന്ന പാണ്ഡവരുടെ അപ്രതീക്ഷിത സേനാസന്നാഹങ്ങളെ കണ്ട് ധാർത്തരാഷ്ട്രൻ ഏറെക്കുറെ വിഷമരായിരുന്നു എന്ന് മുമ്പ് പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്നു.
അർജുനന്റെ കൊടിപ്പുറമേലുള്ള ഹനുമദ് രൂപം മറ്റൊരു വിജയചിഹ്നമാണ്. രാമരാവണ യുദ്ധത്തിൽ രാമന്റെ സഹായിയായിരുന്നു ഹനുമാൻ. രാമൻ വിജയി. ഇപ്പോൾ അർജുനന്റെ രഥത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ രാമനും ഹനുമാനുമുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ രാമൻ. എവിടെ രാമനുണ്ടോ അവിടെ അദ്ദേഹത്തിന്റെ നിത്യദാസനായ ഹനുമാനും ശാശ്വത സഖിയും സമ്പദ് ദേവതയുമായ സീതാദേവിയുമുണ്ട്. അതുകൊണ്ട് അർജുനന് ഏത് ശത്രുവിനെയും ഭയപ്പെടാൻ. ഇന്ദ്രിയായ സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെയാണല്ലോ അദ്ദേഹത്തെ നയിക്കുന്നതും. യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം സമുചിതമായ നിർദ്ദേശമായിരിക്കും അർജുനന് ലഭിക്കുക. ഭഗവാൻ സ്വഭക്തന് വേണ്ടി ഉളവാക്കിയ ഈ പരിതസ്ഥിതി ഭാവി വിജയത്തിന്റെ സൂചനകൾ ഉൾക്കൊള്ളുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഈ 20ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് എന്താണ്? ഒരു പാണ്ഡുപുത്രനായ അർജുനൻ ഹനുമാൻ കൊടിയടയാളമുള്ള തേരില് ഇരുന്നു കൊണ്ട് വില്ലെടുത്ത് ശരങ്ങൾ ഉതിർക്കാൻ തയ്യാറായി മറുവശത്ത് അണിനിരുന്ന കൗരവ സൈന്യത്തെ നോക്കി കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു. ഹൃഷീകേശം തഥാ വാക്യം ഇതമാഹ മഹീപതേ. മഹീപതേ ആരാണ് ഈ മഹീപതേ എന്ന് ഉദ്ദേശിച്ചത്? മഹി എന്ന് പറഞ്ഞ എന്താണ്? ഭൂമി അല്ലെ? ഭൂമിപതേ, രാജാവേ. ഏത് രാജാവിനെയാണ് ഉദ്ദേശിച്ചത്? ധൃതരാഷ്ട്രരെ അല്ലെ? ധൃതരാഷ്ട്രരോട് ആര് പറയാണ്? സഞ്ജയൻ പറയാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് ഞാൻ സന്ദർഭം ഇടയ്ക്കൊന്ന് ചോദിച്ചത് ഞാനിവിടെ. അപ്പൊ ആരോട് പറഞ്ഞെന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല അല്ലെ ഭഗവത്ഗീത. അപ്പൊ അതുകൊണ്ട് നമ്മളിത് ശ്രദ്ധിക്കണം അല്ലെ. ഹൃഷീകേശം, എന്തുകൊണ്ടാണ് ഹൃഷീകേശം എന്ന് ഭഗവാനെ പറയാനുള്ള കാര്യം? ഇന്ദ്രിയങ്ങളുടെ അധിപനാണ്, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ഭഗവാന്റെ അത്രയും കഴിവുള്ള ആരുമില്ല. അപ്പം അതുകൊണ്ടാണ് ഋഷികേശ സേവനം ഭക്തി രുച്ചതേ എന്ന് പറയുന്നത്. ഋഷികേശം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇന്ദ്രിയങ്ങളുടെ നാഥനായ ഭഗവാനെ നമ്മൾ തൃപ്തിപ്പെടുത്തുവാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ്? ഭഗവാൻ തൃപ്തിയായി കഴിഞ്ഞാൽ ചരാചരങ്ങൾ സംതൃപ്തനായി അല്ലെ? ഋഷികേശ സേവനം ഭക്തി രുച്ചതേ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട്, നമ്മളുടെ മനസ്സ്, വാക്ക്, ബുദ്ധി, ഇന്ദ്രിയങ്ങളെല്ലാം കൊണ്ട് നമ്മൾ എന്താണ്? നമ്മള് ഇന്ദ്രിയങ്ങളുടെ അധിപനായ ഈ പറയുന്ന ഭഗവാനെ നമ്മൾ എന്താണ്? പ്രസാദിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മൾ സേവ ചെയ്യണം. അപ്പൊ ഇന്ദ്രിയങ്ങൾ, നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചേന്ദ്രിയങ്ങൾ അല്ലെ? ഈ പഞ്ചേന്ദ്രിയങ്ങൾക്കും അതീതനല്ലേ ഭഗവാൻ? ഇന്ദ്രിയ അതീതനാണ് ഭഗവാൻ അല്ലെ? പഞ്ചേന്ദ്രിയങ്ങളുടെ അധിപനാണ്, പക്ഷെ ഭഗവാൻ എന്ന ഇന്ദ്രിയങ്ങളെ ജയിച്ച ആളാണ്. അതുകൊണ്ടാണല്ലോ ഋഷികേശൻ എന്ന് പറയുന്നത് അല്ലെ? ഭഗവാൻ ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ ഉപരി, ഭഗവാന്റെ പഞ്ചേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, ശരീരം, ബുദ്ധി, മനസ്സ്, ആത്മാവ്, അങ്ങനെ ഒരു വ്യത്യാസമില്ല. ഭഗവാന്റെ കാര്യത്തിൽ അതെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മൾക്കാണ് ശരീരവും ആത്മാവും രണ്ടും രണ്ട്. മനസ്സിലായില്ലേ? ശരീരം എന്ന് പറയുന്ന ഭൗതിക പ്രകൃതി നൽകിയ ഒരു സാധനവും ആത്മാവ് എന്ന് പറയുന്നത് എന്താണ്? പുറത്തുനിന്ന് വന്ന ഭഗവാന്റെ അംശമാണ് അല്ലെ? നമ്മുടെ ഉള്ളിലേക്ക് വന്ന് കയറുന്നത്. അത് നമ്മുടെ ഉള്ളിലേക്ക് വന്ന് കയറുമ്പോൾ നമുക്ക് ജീവൻ ഉണ്ടായി, അത് പുറത്തേക്ക് പോകുമ്പോൾ നമ്മളുടെ ജീവൻ പോയി, നമ്മൾ ശവശരീരമായി. ഇതാണ് നമ്മളുടെ അവസ്ഥ. ഭഗവാനെ സംബന്ധിച്ച് ഇന്ദ്രിയാതീതനാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന മനസ്സ്, ബുദ്ധി, വിദ്യാഹങ്കാരം, അങ്ങനെയുള്ള സംഭവങ്ങളുടെയൊക്കെ അധിപനാണ്. അതുകൊണ്ട് ഇതിനെയൊക്കെ ജയിച്ചവനാണ് അല്ലെ? ഇന്ദ്രിയ ജയം സിദ്ധിച്ച ആളാണ് ഭഗവാൻ. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ എന്താണ്? നേരത്തെ ഞാനൊരു വണ്ടിയുടെ കാര്യം പറഞ്ഞത്, BMW അല്ലെ? എന്താണ് BMW? ജർമ്മൻ കാർ ആണെന്ന് തോന്നുന്നു അല്ലെ? അല്ല, ബി ബോഡി എം മൈൻഡ് ആണ്. മൈൻഡ്. BMW വർക്കാണോ വർഷിപ്പാണോ? വർക്ക്. അപ്പം B ഫോർ എന്താണ്? ബോഡി. പിന്നെ M ഫോർ മൈൻഡ് ആൻഡ് W ഫോർ വർക്ക്. അപ്പൊ എന്ത് വർക്കാണ്? നമ്മുടെ കർമ്മം അല്ലെ? നമ്മളുടെ ഭഗവാന് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യണം അല്ലെ? അപ്പൊ മനസ്സ്, ബുദ്ധി, ശരീരം എല്ലാം എന്താണ്? ഭഗവാൻകൾ സമർപ്പിക്കുക. അത് തന്നെയല്ലേ പറയുന്നത് ഋഷികേശ സേവനം ഭക്തി രുച്ചതേ. അപ്പൊ ഇന്ദ്രിയങ്ങൾ അടക്കിയ ആ ഭഗവാനോടുകൂടി ആ ഭഗവാൻ ഇരുന്ന രഥത്തിന്റെ പേരെന്തായിരുന്നു? കപിധ്വജ. ആരാണ് കപിധ്വജ എന്ന് പറഞ്ഞ രഥത്തിന് പേര് കിട്ടാൻ എന്താണ് കാര്യം? ഹനുമാന്റെ ഹനുമാൻ കൊടി അടയാളമായിട്ടുള്ള രഥമാണ്. അപ്പൊ ആ രഥത്തിന് പേര് കിട്ടിയത് കപിധ്വജ എന്ന് പറയുന്ന പേര് ആയി ആ രഥത്തിന്. ഹനുമാൻ കൊടി അടയാളമുള്ള ഹനുമാനും പ്രഭുജി ഡബ്ല്യൂന്റെ ഇത് പറയണം. W വർക്ക്.
എന്റെ സൗണ്ട് എക്കോ വരുന്നല്ലേ? അത് ആരെങ്കിലും ഒരാൾ മ്യൂട്ട്, ഒരുപാട് പേര് അൺമ്യൂട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് എക്കോ വരുന്നത്. W ഫോർ വർക്ക്, B ഫോർ ബോഡി, M ഫോർ മൈൻഡ്, W ഫോർ വർക്ക്. വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മം, പ്രവൃത്തി. ഇനി ഇത് തെറ്റിക്കരുത് കേട്ടോ. ഇപ്പൊ എത്ര പ്രാവശ്യം ഞാനൊരു 10 തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ട് അത്. നമ്മൾ ഓർക്കാൻ വേണ്ടിയാണ് BMW കാർ എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മള് ഈ കപിധ്വജം എന്ന് പറയുന്ന ആ ഒരു അതിന് നമുക്ക് ഹനുമാനും അതുപോലെ തന്നെ നമ്മുടെ അർജുനനും ഭീമനും ഒക്കെ ആയിട്ട് കുറെ പാസ്റ്റ് ടൈംസ് കേട്ടിട്ടുണ്ട് അല്ലേ? അത് നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവുമോ? എനിക്ക് അത്ര വലിയ ഓർമ്മയൊന്നും ഇല്ല. ഞാനൊരു ചെറിയ ഓർമ്മ പോലെ പറയാം. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ടുണ്ടാവാം. മഹാഭാരതം പഠിച്ച ആൾക്കാർക്കൊക്കെ അറിയാം. ചിലപ്പോൾ അല്ലെ സീരിയൽ കണ്ടോ ആൾക്കാർക്ക് പോലും ചിലപ്പോൾ ഓർമ്മ കാണുമായിരിക്കും. അതായത് ഇവര് അജ്ഞാതവാസ കാലത്ത് ഭഗവാൻ ഇതുപോലെ തന്നെ ഒരു യക്ഷന്റെ ഒക്കെ ഒരു ഉപദേശം, അതായത് ഇവരെല്ലാരും വെള്ളം കുടിച്ചിട്ട് ഇങ്ങനെ അവിടെ വീഴുന്ന ഒരു സംഭവം ഉണ്ടല്ലേ? ഒരു യക്ഷൻ വന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ യുധിഷ്ഠിരൻ വരികയും യുധിഷ്ഠിരനുമായിട്ട് ചോദ്യോത്തരങ്ങൾ നടത്തുകയും അത് യുധിഷ്ഠിരൻ അതിൽ ജയിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെല്ലാവരും ജീവിപ്പിക്കുകയും ഒക്കെ ചെയ്തല്ലേ? അങ്ങനെ ഭഗവാൻ ഇങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ തന്നെ ഇടയ്ക്ക് നമുക്കറിയാം ആ സമയത്ത് നമ്മുടെ ദുർവാസാവ് വന്നു പരീക്ഷിക്കാനായിട്ട്. എന്നിട്ട് പാഞ്ചാലി ഭഗവാനെ വിളിക്കുന്നതും ഭഗവാൻ അക്ഷയപാത്രത്തിൽ നിന്ന് ആ ഒരു വറ്റെടുത്ത് മൂട്ടിലുണ്ടായിരുന്നത് എടുത്ത് കഴിച്ച്, അതങ്ങനെയുള്ള കഥകളൊക്കെ അറിയാമല്ലോ. ഇതേപോലെ തന്നെ ഭഗവാൻ ഈ അജ്ഞാതവാസം കഴിയാറായപ്പോഴത്തേന് ഇവർക്കൊക്കെ ഓരോരോ ദേവന്മാരുടെ അനുഗ്രഹം വേണം. അപ്പൊ അങ്ങനെ അനുഗ്രഹം വേണ്ടിയിട്ട് അർജുനനെ എന്ത് ചെയ്തു? അർജുനനെ വനത്തിലേക്ക് പറഞ്ഞു വിട്ടു, ഘോരമായ വനത്തിലേക്ക് മഹാദേവനെ പ്രാർത്ഥിക്കാനായിട്ട്. കാര്യം മഹാദേവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. ഭഗവാൻ അറിയാം ഇനി ജയദ്രഥൻ മഹാദേവന്റെ അടുക്കൽ നിന്ന് വരദാനം മേടിച്ചിട്ടുള്ള ആളാണെന്ന്, ദുശ്ശലയുടെ ഭർത്താവ് അല്ലേ? അപ്പൊ ജയദ്രഥനെ വധിക്കണമെങ്കിൽ എന്താണ്? മഹാദേവനിൽ നിന്ന് വരം കിട്ടിയ വേറൊരാൾക്ക് മാത്രമേ വധിക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ പറയുന്ന മഹാദേവനെ പ്രാർത്ഥിച്ചിട്ട് ഒരു എന്താ പറഞ്ഞ മഹാദേവന്റെ അടുക്കൽ നിന്ന് വരദാനം കിട്ടിയ അസ്ത്രം ഉപയോഗിച്ചാൽ മാത്രമേ ഉള്ളൂ ജയദ്രഥനെ വധിക്കാൻ പറ്റുള്ളൂ എന്ന് ഭഗവാൻ അറിയാം. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ അർജുനനെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നു. അർജുനൻ മഹാദേവനെ പ്രസാദിപ്പിച്ചു എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റില്ല. മഹാദേവൻ എന്ത് ചെയ്തു? ഇന്ദ്രൻ ഒരു പന്നിയായിട്ട് വന്നു. അർജുനന്റെ പിതാവാണ് ഇന്ദ്രൻ, പന്നിയായിട്ട് വന്നു. അപ്പോഴത്തേനും അർജുനെ ആക്രമിക്കാൻ വന്നപ്പോൾ അർജുനൻ ഉടനെ ഒരസ്ത്രം ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? ഈ പറയുന്ന കാട്ടാള വേഷത്തിൽ വന്ന മഹാദേവനും ഒരു അസ്ത്രം ചെയ്തു. അപ്പൊ ഇവർ രണ്ടുപേരും ഈ പന്നിക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പിടിക്കുകയാണ്. ഞാനാണ് ആദ്യം ചെയ്തത് അങ്ങനെ പറഞ്ഞ് വഴക്ക് പിടിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് കാര്യമില്ല, യുദ്ധം ചെയ്ത് ജയിക്കാൻ പറഞ്ഞിട്ട് മഹാദേവനുമായിട്ട് ഘോരമായ യുദ്ധം നടത്തുന്നു. ആര് ജയിക്കുന്നു ആര് തോൽക്കുന്നു എന്ന് മനസ്സിലാകാത്ത ഒരു സന്ദർഭം വന്നു കഴിഞ്ഞപ്പോൾ അർജുനന് മനസ്സിലായി ഇദ്ദേഹം സാധാരണക്കാരനായിട്ടുള്ള വ്യക്തി അല്ലത്. അതായത് വില്ലാളി വീരനാണെന്ന് അഹങ്കരിച്ചിരുന്ന അർജുനന്റെ അടുക്കൽ ഇത്രയും പിടിച്ചു നിൽക്കണമെങ്കിൽ അത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ സാധ്യമാവുള്ളൂ അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ഇത് തോന്നിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പിന്നെ തൊടുക്കുന്ന അസ്ത്രം പോലും എന്താണ് അപ്രത്യക്ഷമായി പോകുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും മനസ്സിലായി ഇദ്ദേഹം സാധാരണ വ്യക്തിയല്ല. അങ്ങ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മഹാദേവൻ യഥാർത്ഥ രൂപത്തിൽ മഹാദേവൻ ഞാൻ നിന്നിൽ പ്രസന്നനായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തിട്ട് എന്താണ് പാശുപതാസ്ത്രം അദ്ദേഹം കൊടുത്തു. പാശുപതാസ്ത്രം മന്ത്രോപദേശമായിട്ടാണ് കൊടുത്തത് പാശുപതാസ്ത്രം. അപ്പൊ എപ്പോ സ്മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ഈ പറയുന്ന അസ്ത്രം വന്ന് അതിൻ്റെതായിട്ടുള്ള ഡ്യൂട്ടി ചെയ്യും. അപ്പം നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ പാശുപതാസ്ത്രം പാർത്ഥന് നൽകിയ പശുപതി അല്ലയോ നീ എന്ന് പറഞ്ഞൊരു പാട്ട് കേട്ടിട്ടില്ലേ? രാധിക മാതാജിക്ക് ഓർമ്മ ഉണ്ടായിരിക്കും അല്ലേ? അത് ഏത് പാട്ടാണ് മാതാജി? പാശുപതാസ്ത്രം പാർത്ഥന് നൽകിയ പശുപതി അല്ലയോ നീ എന്ന് പറഞ്ഞിട്ട് പാട്ടുണ്ട്. അപ്പൊ അത് ഞാൻ അതിന്റെ തുടക്കം ഓർക്കുന്നില്ല. അപ്പൊ നമ്മള് എന്താണ് മനസ്സിലാക്കിയത്? അപ്പൊ അങ്ങനെ ലൈല മാതാജി ഓണാക്കുമ്പോഴാണ് എനിക്ക് എക്കോ വരുന്നത്. അതെന്തുകൊണ്ടാണ് പറഞ്ഞത്? മൈക്ക് ഓണാക്കും. ലൈല മാതാജി മൈക്ക് ഓണാക്കുമ്പോഴത്തേന് എക്കോ വരുന്നു. ബാക്കി കുഴപ്പമില്ല, എന്താണെന്ന് അറിയില്ല. പശുപതാസ്ത്രം മാതാജി എന്തായിരുന്നു സംശയം? പശുപതാസ്ത്രം പാർത്ഥന് നൽകിയ, പാർത്ഥൻ എന്ന് പറഞ്ഞ അർജുനൻ,
പശുപതി എന്ന് പറഞ്ഞ ശിവൻ. ഋഷിനാഥ കുളത്തപ്പ ഭഗവാനെ എന്നുള്ള ആ പാട്ടാണ്. ഋഷിനാഥ കുളത്തപ്പ ശരണം. ആ പാട്ടാണ്. എറണാകുളത്തപ്പ ശരണം എറണാകുളത്തപ്പ ആ പാട്ട്. ശരണം. ആ ആ പാട്ടിലാണ്. അതിലാണ് രതിദേവി മാതാജിക്ക് 100 മാർക്ക്. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഇതേപോലെ തന്നെ ഭീമനെ ഇതേപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടി ഭീമനെ ഹനുമാൻ സ്വാമി പരീക്ഷിച്ച ഒരു സന്ദർഭമുണ്ട്. ഏത് സമയത്താണെന്ന് അറിയാമോ? കല്യാണ സൗഗന്ധികം കല്യാണ സൗഗന്ധികം തേടിപ്പോയ സമയത്ത് ഭീമനെ ഭഗവാൻ പരീക്ഷിച്ചല്ല, വൃദ്ധനായ വാനരനായിട്ട് വഴിയിൽ വന്ന് നിന്ന് പരീക്ഷിച്ചിരുന്നു അല്ലെ, വാലെടുത്ത് മാറ്റാനൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. മർക്കടാ നീ അങ്ങ് മാറി സ്ഥാനത്ത് വന്നു കിടക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. കുഞ്ചൻ നമ്പ്യാരുടെ ആ ഒരു ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുമുണ്ട് പലരും അല്ലെ. എന്ന് പറഞ്ഞ പോലെ തന്നെ ഭീമൻ ആ സമയത്ത് ഒരുപാട് വരദാനമൊക്കെ കിട്ടി. അങ്ങനെ ഈ ഭീമൻ പോയി ഹനുമാൻ സ്വാമിക്ക് വേണ്ടിയിട്ട് പ്രസാദമൊക്കെ, അദ്ദേഹത്തിന് ഒരുപാട് ഇങ്ങനെ ഈ ലഡു ഒക്കെ ഇഷ്ടമല്ലേ, അങ്ങനെ ലഡു ഒക്കെ ഉണ്ടാക്കി അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും നോക്കി കഴിയുമ്പോഴത്തേനും ഇദ്ദേഹം നോക്കുമ്പോൾ ഒരു കുരങ്ങനടുത്ത് നിന്ന് ഈ ലഡു എടുത്തുകൊണ്ട് പോവാ. എത്രയൊക്കെ നോക്കി കഴിഞ്ഞു 2 മന്ത്രം ജപിക്കുക, ഈ ലഡു എല്ലാം അപ്രത്യക്ഷമാകുക. അങ്ങനെ ഈ കുരങ്ങനെ പിടിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അവസാനം ഒരുപാട് പഠിച്ചുകൊണ്ട് വന്നിട്ട് നോക്കിയിട്ട് നടക്കുന്നില്ലാത്തൊരു അവസരത്തിൽ ഹനുമാൻ സ്വാമി പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഇദ്ദേഹത്തിനുള്ള ആ അസ്ത്രവിദ്യ അതുപോലുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇദ്ദേഹത്തിന് ഒരുപാട് ടിപ്സ്, യുദ്ധത്തിൽ ചെയ്യേണ്ട ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഹനുമാൻ സ്വാമി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ രഥത്തിൽ പൂർണ്ണമായിട്ട് സംരക്ഷണമായിട്ട് ഞാൻ നിങ്ങളുടെ കൊടിയിൽ വന്നിരിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു, യുദ്ധം തീരുന്നിടം വരെ. അങ്ങനെ ഒരു അനുഗ്രഹം അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതല്ലാതെ വേറൊരു സ്റ്റോറിയും കൂടെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് ഏത് ഗ്രന്ഥത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അത് ഇതുപോലെ തന്നെ അർജുനൻ നമ്മളുടെ ശ്രീരാമാവതാര കാലത്ത് നമ്മൾ ഈ ധനുഷ്കോടിയിലെ ഇത് കാണത്തില്ലേ, നമ്മളുടെ പാലം ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥലം. അപ്പൊ ആ ഒരു ഭാഗത്ത് രാമേശ്വരത്ത് വന്ന് ഭഗവാനെ തൊഴാനൊക്കെ വന്നു കഴിഞ്ഞിട്ട് രാമേശ്വര ഭഗവാനെയൊക്കെ തൊഴുതു. മഹാദേവന്, കാര്യം പശുപതാസ്ത്രമൊക്കെ കൊടുത്ത ഭഗവാനല്ലേ, അപ്പൊ മഹാദേവന്റെ അനുഗ്രഹമൊക്കെ എടുക്കാനായിട്ട് വന്നു, അനുഗ്രഹമൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഈ ചിറ കെട്ടിയ സ്ഥലത്ത് വന്ന് നോക്കിക്കഴിഞ്ഞു ശ്രീരാമചന്ദ്ര ഭഗവാൻ എന്തിനാ ഈ വാനരന്മാരുടെ സഹായമൊക്കെ എടുത്ത് ഈ കല്ലും മണ്ണും വിറകും അതെല്ലാം കൂടെ വെച്ചിട്ട് എന്തിനാ ഈ ചിറയൊക്കെ ഉണ്ടാക്കിയതിന്റെ കാര്യം. അതുപോലെ തന്നെ ഭഗവാനെ തന്നെ എന്താണ് അസ്ത്രം ചെയ്തിട്ട് ഒരു പാലം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊരു തോന്നലുണ്ടായി കഴിഞ്ഞു. ഞാൻ ഈ അസ്ത്രം കൊണ്ടൊരു രഥം നിർമ്മിച്ചാൽ എന്താന്ന് ചോദിച്ചപ്പോൾ ഒരു കുരങ്ങൻ അവിടെ ഇരുന്നിട്ട് ഹനുമാനെ കളിയാക്കി ചിരിച്ചു. അപ്പൊ ഹനുമാൻ, സുഗ്രീവൻ പോലെയുള്ള മഹാരഥന്മാരായിട്ടുള്ള വാനരന്മാരെ താങ്ങാനായിട്ട് നിന്റെ ഈ പറയുന്ന അസ്ത്രങ്ങൾ കൊണ്ടുണ്ടാക്കിയ പാലത്തിന് ശേഷിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പം പറഞ്ഞു, ഉണ്ട്, തീർച്ചയായിട്ടും ശേഷിയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ ഒരു പാലം ഉണ്ടാക്കാൻ പറഞ്ഞു അസ്ത്രങ്ങൾ കൊണ്ട്. അങ്ങനെ നിന്ന നിപ്പിൽ തന്നെ ക്ഷണിക മാത്രം കൊണ്ട് തന്നെ അർജുനൻ അദ്ദേഹത്തിന്റെ അസ്ത്രവിദ്യകൾ കൊണ്ട് ഒരു പാലം ഉണ്ടാക്കി. അങ്ങനെ ആ പാലം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഈ കുരങ്ങൻ അവിടെ നിന്നിട്ട് എന്ത് ചെയ്തു, ഈ പാലത്തെ ജയ് ശ്രീരാം എന്ന് പറഞ്ഞിട്ട് 2 ചാട്ടം ചാടിയപ്പോൾ ഇത് പൊളിഞ്ഞു പോയി. അങ്ങനെ കഴിഞ്ഞപ്പോൾ അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അർജുനൻ രണ്ടാമതും ഉണ്ടാക്കിയ ഒരു പാലം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ ജയ് ശ്രീരാം എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ കയറി. ഹനുമാനാണത് ആ ഒരു കുരങ്ങന്റെ രൂപത്തിൽ വന്നത്. 2 ചാട്ടം ചാടിയപ്പോൾ അത് താഴെ വീണു. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അപ്പൊ ഇവര് തമ്മിലുള്ള ആർഗ്യുമെന്റ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ വാത് വെക്കുക എന്ന് പറയല്ലേ. അതായത് ഇതിൽ ഞാൻ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് അർജുനൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ആത്മഹത്യ ചെയ്യാതെ തരമൊന്നും ഇല്ല എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തി. ആ ജീവൻ വെടിയാനുള്ള സാഹചര്യം മധ്യസ്ഥനായിട്ട് ഒരാൾ വന്നു. ആ മധ്യസ്ഥനായിട്ടുള്ള ആള് പറഞ്ഞു, എന്തായാലും അങ്ങനെ പെട്ടെന്നൊന്നും ഒന്നുകൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കത്തില്ലേ, 2 പ്രാവശ്യം പരാജയപ്പെട്ടു എന്ന് വെച്ചിട്ട് അങ്ങനെ അങ്ങ് തീർത്തും അങ്ങ് ഇതാകണ്ട, ആത്മഹത്യ ചെയ്യാനായിട്ട് ചാടി പുറപ്പെടണ്ട, ഒന്നുകൂടെ ഒന്ന് ചെയ്തു കൂട്ടെ, നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് പരിശ്രമിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പൊ ഈ 3ാമത്തെ സമയത്ത് അർജുനൻ എന്ത് ചെയ്തു, എന്റെ കൃഷ്ണ എന്ന് വിളിച്ചിട്ട് എന്ത് ചെയ്തു, ഈ പറയുന്ന അസ്ത്രങ്ങളെല്ലാം അയച്ചു. അപ്പം ആ 3ാമത്തെ സമയത്ത്, അതായത് 3ാമത്തെ സമയത്ത് ആദ്യത്തെ 2 പ്രാവശ്യം പരാജയപ്പെട്ടു. 3ാമത്തെ സമയത്ത് എന്റെ കൃഷ്ണ എന്ന് വിളിച്ചിട്ട് ഈ പറയുന്ന അസ്ത്രങ്ങൾ എഴുതുമ്പോൾ പാല ഇങ്ങനെ വന്നു. അപ്പോഴത്തേനും ഈ കുരങ്ങൻ എന്ത് ചെയ്തു,
ജയ് ശ്രീരാം എന്ന് വിളിച്ചില്ല. കാര്യം 2 പ്രാവശ്യം തകർന്നപ്പോൾ കോൺഫിഡൻസ് ആയിരുന്നു അല്ലേ? ഹനുമാന് കോൺഫിഡൻസ് ആയി. 2 പ്രാവശ്യം തകർന്നപ്പോൾ ഇനി 3ാമത്തെ പ്രാവശ്യം ജയ് ശ്രീരാം വിളിക്കേണ്ട ആവശ്യമില്ല, ഇത് തകരും എന്നുള്ള രാതിൽ ഹനുമാൻ കയറി 2 ചാട്ടം ചാടി. ചാട്ടം ചാടി കഴിഞ്ഞ് പാലത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോഴത്തേന് അപ്പൊ അതിൽ നിന്ന് എന്താണ് പറയുന്നത്? അതായത് അതായത് ആദ്യ ഭഗവാന്റെ നാമം 2 പ്രാവശ്യം ഉച്ചരിച്ചില്ല. 3ാമത് ഭഗവാനെ ഓർത്തപ്പോൾ ഭഗവാൻ പ്രൊട്ടക്ഷനായി മധ്യസ്ഥനായി വന്നിരുന്ന ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാനാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഹനുമാന്റെ ഉദ്യമം പരാജയപ്പെട്ടു. അതുപോലെ ഇത് സാക്ഷാൽ ശ്രീരാമനാണ് മുൻപിൽ നിൽക്കുന്നതെന്ന് ഹനുമാൻ തിരിച്ചറിഞ്ഞു. അല്ലെങ്കിൽ ഭഗവാൻ ജയ് ശ്രീരാമെന്ന് വിളിച്ചു ഈ മധ്യസ്ഥനെ കണ്ടുകൊണ്ട്. കാര്യം എപ്പോഴും ശ്രീരാമചന്ദ്ര ഭഗവാനെ കാണാനായിട്ടാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ആണെങ്കിൽ കൂടിയും ശ്രീരാമചന്ദ്രന്റെ രൂപത്തിലും കാണാനായിട്ടാണ് ഹനുമാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഹനുമാൻ ജയ് ശ്രീരാം എന്ന് വിളിച്ചു. അതുപോലെ തന്നെ അർജുനൻ ശ്രീകൃഷ്ണ എന്ന് പറഞ്ഞു വിളിച്ചു. അപ്പൊ അങ്ങനെ ആ ഒരു ലീല അവസാനിക്കുകയാണ്. അതായത് 2 പേരുടെയും ഉണ്ടായിരുന്ന ചെറിയ ചെറിയ അഹങ്കാരങ്ങൾ തീർത്തു കൊടുക്കുകയും ചെയ്തു. അപ്പൊ മധ്യസ്ഥനായിട്ട് ഭഗവാൻ ഉണ്ടെങ്കിൽ എല്ലാ പ്രവൃത്തിയും വളരെ സുഗമമായിട്ട് നടക്കും അല്ലെ? ഭഗവാൻ മധ്യസ്ഥനായിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ അല്ലേ? ഭഗവാനെ മധ്യത്തിലാക്കിയിട്ട് നമുക്ക് എന്ത് കാര്യം ചെയ്യുന്നതിന് എന്താണ് കുഴപ്പം? ഭഗവാനെ മധ്യസ്ഥനാക്കിയിട്ട് നമ്മളുടെ ഏത് പ്രവൃത്തിയും നമ്മൾക്ക് ചെയ്യുന്നതിന് എന്താണ് കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഭഗവാനെ ദൂരത്ത് നിർത്തുമ്പോഴല്ലേ ഈ പറയുന്ന ഭഗവാന്റെ വളരെ അടുത്ത ഭക്തന്മാർക്ക് പോലും ഇങ്ങനെയുള്ള അപജയങ്ങൾ സംഭവിക്കുന്നത്. ഭഗവാനെ മധ്യസ്ഥനാക്കി ജീവാത്മാ പരമാത്മ ഇത് ഊട്ടി ഉറപ്പിക്കുവാണല്ലോ. ആ ബന്ധം ഊട്ടി ഉറപ്പിക്കുവാണെങ്കിൽ നമ്മൾക്ക് എവിടെയെങ്കിലും പരാജയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്തു? അർജുനന് എന്ത് കൊടുക്കുവാണ്? അർജുനന് വരദാനം കൊടുക്കുവാണ്. നിന്റെ രഥത്തിൽ ഞാന് കൊടി അടയാളമാണ്, കൊടിയിൽ വന്ന് ഇരിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സൈന്യത്തെ ഞാൻ രക്ഷപ്പെടുത്തുന്നതായിരിക്കും. ഒരു തകരാറും ഈ രഥത്തിന് ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ വാക്ക് കൊടുക്കുകയാണ് ആ സമയത്ത്. അങ്ങനെയാണ് ഹനുമാൻ കൊടിയിൽ വരുന്നത്. അങ്ങനെ ഈ ഹനുമാൻ ഉള്ളത് കൊണ്ട് രഥത്തിന് ഒന്നും സംഭവിച്ചില്ല. ഹനുമാൻ ഉള്ളത് കൊണ്ടും ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ ഇരുന്നത് കൊണ്ടും. പിന്നെ യുദ്ധം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് സാധാരണഗതിയിൽ ആരാണ് ആദ്യം ഇറങ്ങുന്നത്? ഭഗവാൻ ഇറങ്ങിപ്പോകുന്നു, അർജുനൻ ഇറങ്ങിപ്പോകുന്നു. ഏറ്റവും അവസാനത്തെ യുദ്ധം കഴിഞ്ഞ് അവസാനത്തെ ആളൂടെ മരിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അർജുനനോട് ഇറങ്ങിപ്പോകാൻ പറയുന്നു, ഹനുമാനോട് കൊടിയിൽ നിന്ന് വിട്ടുപോകാൻ പറയുന്നു. എന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ലാസ്റ്റ് ഇറങ്ങി പോന്നു കഴിഞ്ഞപ്പോൾ ഈ രഥം പൊട്ടിത്തെറിച്ചു. അതായത് ഈ രഥത്തിന്റെ പേരെന്താണ്? കപിധ്വജം. ഈ കപിധ്വജം എന്ന് പറഞ്ഞ രഥം അങ്ങ് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞ് അപ്പം അർജുനൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ രഥം ഇത്രയും നാളും ഒന്നും സംഭവിക്കാതെ യുദ്ധം എല്ലാം തീർന്നു കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കാൻ കാര്യം ചോദിച്ചു പറഞ്ഞു, ഇത്രയും നാളും ഹനുമാനായിരുന്നു അതിൽ ഞാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ 2 പേരും ഉണ്ടായിരുന്നുകൊണ്ടാണ് ഈ രഥത്തിനൊന്നും സംഭവിക്കാതിരുന്നത്. മനസ്സിലായില്ലേ? ഭഗവാൻ അവിടെ അതിലിരുന്നത് കൊണ്ടാണ്. പക്ഷെ എന്താണ് സുജന മാതാജി എന്തെങ്കിലും ചോദിച്ചോ? ഇല്ല അപ്പൊ ഹനുമാനും എന്താ പറയുന്നത്, ശ്രീകൃഷ്ണ ഭഗവാനും ഉള്ളത് കൊണ്ടാണ് രഥത്തെ അത്രയും നാള് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയത്. അവർ 2 പേരും മാറിക്കഴിഞ്ഞപ്പോ രഥത്തിന്റെ അവസ്ഥ കണ്ടില്ലേ? നമ്മളുടെ ഓരോരുത്തരുടെയും അവസ്ഥ അതാണ്. ഭഗവാന്റെ ഭക്തരും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഈ ജീവിതത്തിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഉണ്ടാകത്തില്ല എന്ന് നമ്മളെ വീണ്ടും മനസ്സിലാക്കി തന്നിരിക്കുന്ന ആ ഒരു സന്ദർഭമാണിതല്ലേ? അങ്ങനെ അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, അല്ലയോ രാജാവേ, പിന്നെ പാണ്ഡുപുത്രനായ അർജുനൻ ഹനുമാൻ കൊടിയടയാളമുള്ള തേരിൽ ഇരുന്നുകൊണ്ട് വില്ലെടുത്ത് ശരങ്ങൾ ഉതിർക്കാൻ തയ്യാറായി മറുവശത്ത് അണിഞ്ഞിരുന്ന കൗരവ സൈന്യത്തെ നോക്കിക്കൊണ്ട് കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു അല്ലേ? അപ്പൊ ഹനുമാൻ ഈ കൊടിയിൽ കയറിയത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇനി നമ്മൾ ഈ രഥം അതുപോലെ തന്നെ ഇതൊക്കെ കിട്ടിയ ഒരു സ്റ്റോറി ഉണ്ട്. അത് സമയം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല പറയാനായിട്ട്, അല്ല അടുത്ത പ്രാവശ്യം പറയാം, ഒന്ന് ഓർപ്പിച്ചാൽ മതി. ഖാണ്ഡവദഹനം എന്ന് പറഞ്ഞ ഭാഗം അറിയാമല്ലോ അല്ലെ? ഖാണ്ഡവദഹനം കേട്ടിട്ടുണ്ടോ? ഖാണ്ഡവ വനത്തെ ദഹിപ്പിക്കുന്നത് തക്ഷകനുമായിട്ടുള്ള യുദ്ധം അല്ലെ? തക്ഷകനുമായിട്ടുള്ള യുദ്ധം. ആ സമയത്ത് അഗ്നിദേവനുമായിട്ടുള്ള ബന്ധപ്പെട്ട കഥകളുണ്ട്. അദ്ദേഹത്തിന് ഗാണ്ഡീവം കിട്ടുന്നത്, അർജുനന് ഗാണ്ഡീവവും ഈ പറയുന്ന പോലെ ദേവദത്തവും അങ്ങനെ കുറെ
സംഭവങ്ങൾ കിട്ടുന്ന ആ ഒരു സമയത്താണ്, ഖാണ്ഡവ ദഹനത്തിന്റെ സമയത്താണ്. അപ്പൊ ആ ഒരു സ്റ്റോറിയും കൂടി ഇതിന്റെ കൂടെ പറയേണ്ടതായിട്ടുണ്ടായിരുന്നു. സമയം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അടുത്ത ശ്ലോകത്തിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ എന്താണ്, നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഇന്ദ്രിയങ്ങളുടെ നാഥനായ ഭഗവാന് സേവ ചെയ്യുക. അപ്പോൾ തന്നെ ഭഗവാന്റെ ഭക്തന്മാരെ നമ്മളെ കൂടെ നിർത്തുക. ഭഗവാന്റെ പരമഭക്തനായ ഹനുമാൻ എവിടെ ഉണ്ടെങ്കിലും അവിടെ വിജയമാണ്. ഹനുമാൻ എന്താണ്, എവിടെ വന്നാലും ശ്രീരാമജയം എന്നുള്ള ആ ഒരു മന്ത്രം മാത്രമാണ് അല്ലെ ശ്രീരാമചന്ദ്രന് വിജയം ഉണ്ടാകുക അല്ലെ. വിജയം ഉണ്ടാകാൻ ഹനുമാൻ ഒരുപാട് പങ്ക് വഹിച്ചു. കാര്യം ഭഗവാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഈ ഹനുമാന്റെയോ അല്ലെങ്കിൽ ആരുടെയും ഒരാളുടെ ആവശ്യമില്ല. പക്ഷെ ഭഗവാൻ എന്താണ്, ഭക്തന്മാരോട് രമിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഭക്തന്മാരുടെ ആ ഒരു സംഘം, ഭക്തന്മാരുടെ ആ ഒരു അതിൽ ഭഗവാന് ആസക്തി ആയതുകൊണ്ടാണ് ഭഗവാൻ ഇതെല്ലാം ഈ ലീലകളെല്ലാം കാണിച്ചത്. നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വൈകുണ്ഠത്തില് എല്ലാവരും ശ്രദ്ധിച്ചോണ്ട്, വൈകുണ്ഠത്തിൽ നമുക്ക് ആർക്കെങ്കിലും പോകാൻ പറ്റുമോ? ഇല്ല. ദേവന്മാരൊക്കെ വൈകുണ്ഠത്തില് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, അവര് ഒരുപാട് വിരജാ നദിയുടെ ഒക്കെ കരയിൽ നിന്നുകൊണ്ട് എന്താണ്, ഏത് സ്തോത്രമാണ് വൈകുണ്ഠനാഥനെ പ്രതിഷ്ഠപ്പെടുത്താനായിട്ട് ഭൂമിദേവിയും ബ്രഹ്മദേവനൊക്കെ പോകുമ്പോൾ ജപിക്കുന്ന ഏത് സ്തോത്രമാണ്, ഏത് സ്തുതിയാണ്? പുരുഷ സൂക്തം. അതെന്താണ് വീണ്ടും മറന്നുപോയത് എല്ലാവരും? പുരുഷ സൂക്തം അല്ലെ. പുരുഷ സൂക്തം ജപിച്ചിട്ടാണ് ഭഗവാൻ, പുരുഷ സൂക്തം വെച്ചിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെടണോ വേണ്ടെന്ന് ഭഗവാൻ തീരുമാനിക്കും അല്ലെ. ഭഗവാൻ അവിടെ ആവിർഭവിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ, അവിടെ ആവിർഭവിക്കുന്നു. അപ്പൊ ആ സമയത്ത് ജയവിജയന്മാരടക്കമുള്ളവർ ഭഗവാൻ ബാക്കിയുള്ള ദേവീദേവന്മാരെ എല്ലാം അവിടെ എന്താണ്, അവരെ നമസ്കരിപ്പിക്കുന്നു അല്ലെ. നമസ്കരിപ്പിച്ച് അവരുടെ ഈ ഇതെന്താണ് പറയുന്നത്, അവരുടെ കിരീടം എല്ലാം ഈ എന്താ പറയുന്നത്, നിലത്ത് തട്ടുന്ന സൗണ്ട് കേൾക്കുന്നു അവിടെ അല്ലെ. അതുപോലെ തന്നെ ഒരു പ്രത്യേക സമയത്തിന്റെ ഉള്ളിൽ ഇവർ തിരിച്ചു പോരണം. ഇവരുടെ കാര്യം പറയുക, ഭഗവാൻ പറഞ്ഞു ഇവർക്ക് അവിടെ തിരിച്ചു പോരണം. ഇവർക്ക് അവിടെ ദാസ്യഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ വൈകുണ്ഠത്തിൽ. അപ്പൊ വൈകുണ്ഠത്തിൽ നമ്മൾ എന്താണ്, ദാസ്യഭാവത്തിൽ ചെന്നാലേ നമുക്ക് നടക്കുകയുള്ളൂ കാര്യങ്ങൾ. ഭഗവാൻ അവിടെ യജമാനാണ്, നമ്മളൊക്കെ ദാസന്മാര്. അതുപോലെ തന്നെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ശ്രീരാമചന്ദ്ര ഭഗവാൻ നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടു, അദ്ദേഹത്തിന്റെ സഹോദരന്മാര് അദ്ദേഹത്തിന്റെ 2 ദാസന്മാരെ പോലെയാണ് അദ്ദേഹത്തിനെ സേവിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഗുഹൻ ദാസനെ പോലെ സേവിച്ചു. പക്ഷെ ഗുഹനെയൊക്കെ അദ്ദേഹം എന്താണ്, ആലിംഗനം ചെയ്ത് സാഖ്യരസത്തിലേക്ക് കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്, ജഡായു എന്ന് പറഞ്ഞ പക്ഷിയെയും അദ്ദേഹം, പിതാവിന്റെ സുഹൃത്താണ്, അദ്ദേഹം സാഖ്യരസത്തിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം തലോടി. അത് കഴിഞ്ഞിട്ട് ഓരോരോ സന്ദർഭങ്ങളിലും കാണാം, ഈ സുഗ്രീവനെ സഖാവായിട്ട് കൂട്ടി, വിഭീഷണനെ സഖാവായിട്ട് കൂട്ടി, ഭക്തന്മാരെ എല്ലാം സാഖ്യരസത്തിൽ കൊണ്ട് നടക്കാനാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ സഖാവ് അല്ലെങ്കിൽ സുഹൃത്ത് എന്നുള്ള രീതിയിൽ. അപ്പൊ ഹനുമാൻ ദാസ്യരസം മാത്രമേ ഹനുമാൻ ഇഷ്ടപ്പെടുന്നുള്ളെങ്കിലും ശ്രീരാമചന്ദ്ര ഭഗവാന് ഇഷ്ടം അവരെല്ലാം സാഖ്യരസത്തിൽ കൊണ്ടുപോകാനായിരുന്നു. പക്ഷേ തിരിച്ച് ശ്രീകൃഷ്ണ ഭഗവാനാണെങ്കിൽ എന്താണ് ചെയ്യുന്നത്, ഏത് രസത്തിലാണ് അദ്ദേഹം ഭക്തന്മാരോട് കൂടി ഇത് ചെയ്യുന്നത്? അപ്പൊ നമ്മളെ ആ ഒരു സുഹൃത്തായി കണ്ടു ശ്രീരാമചന്ദ്രൻ. പക്ഷെ ശ്രീകൃഷ്ണ ഭഗവാനാണെങ്കിൽ എന്താണ്, ഭക്തരുടെ ദാസനായി മാറുകയാണ് ചെയ്യുന്നത് അദ്ദേഹം അല്ലെ. ഭക്തരുടെ ദാസനായി മാറി. അദ്ദേഹം എത്ര പ്രാവശ്യം ഭക്തരുടെ ദാസനായി മാറി? ആരുടെയൊക്കെ ദാസനായി മാറിയ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? പറയാമോ? ഗീതാമാതാജി ഒന്ന് പറയൂ. സുധാമാവിന്റെ ദാസനായി മാറി അല്ലെ. സുധാമാവിന്റെ കാല് കഴി അദ്ദേഹം എന്താണ് ചെയ്ത, സുഹൃത്തായിട്ടൂടെ കൂടി കാല് കഴി അദ്ദേഹം ശിരസിൽ പാദതീർത്തെടുത്ത് ശിരസിൽ ധരിച്ചു. സുധാമാവിനെ ആലിംഗനം, സുധാമാവിന്റെ ദാസനായി മാറിയില്ല, സുധാമാവിന് ഭക്ഷണം വാരിക്കൊടുത്തു. അങ്ങനെ അതുപോലെ തന്നെ യശോദാമ്മയുടെ എന്താണ് ആ ഒരു ദാസ്യരസത്തിലേക്ക് ഭഗവാനായിട്ട് മാറുകയാണ് അല്ലെ. അതുപോലെ തന്നെ കുറൂരമ്മയ്ക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു ഭഗവാൻ, ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ പൂന്താനത്തിന് വേണ്ടിയിട്ട് എന്താണ്, പൂന്താനത്തിനെ ആക്രമിക്കാനായിട്ട് കൊലയാളികളൊക്കെ കൊള്ളക്കാർ വന്ന സമയത്ത് മങ്ങാട്ടച്ഛനായിട്ട് ഭഗവാൻ രക്ഷപ്പെടുത്തി. അങ്ങനെ ഭഗവാൻ ഒരുപാട് ഭക്തന്മാരുടെ ദാസനായി മാറാനായിട്ടാണ് നമുക്ക് എന്താണ് ഭഗവാൻ ഇഷ്ടം അല്ലെ, ശ്രീകൃഷ്ണ ഭഗവാന്. അപ്പൊ ഇതാണ് ഈ 3 സന്ദർഭങ്ങളിൽ നമുക്ക് കിട്ടുന്ന, ഒരു സ്ഥലത്ത് യജമാനൻ, ഒരു സ്ഥലത്ത് സുഹൃത്ത്, ഒരു സ്ഥലത്ത് ഭക്തനായി കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാൻ എന്താണ്, ആ ഭക്തന്റെ ദാസനായി മാറുകയാണ് അല്ലെ. അപ്പൊ അതാണ് ആ ഒരു കൃഷ്ണഭക്തിയുടെ ആ ഒരു പ്രത്യേകത. നമ്മൾ ഭക്തരായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സേവിക്കാനായിട്ട് ഭഗവാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, നമ്മൾക്ക് എങ്ങനെയാണ് ഒരു സേവ തരേണ്ടതെന്ന് നോക്കിയിട്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഈ 3 ആ ഒരു അവതാരങ്ങളിലായിട്ട് ഭഗവാൻ ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ നോക്കിക്കേ. അപ്പൊ നമ്മൾ ആ ഭക്തനാകാനുള്ള എന്തെങ്കിലും ക്വാളിറ്റി നമ്മളിലുണ്ടോ? ഭഗവാൻ നമ്മൾക്ക് ആർക്കും ഭഗവാൻ ദാസനാകണമെന്ന് ആഗ്രഹമില്ല. പക്ഷെ ഭഗവാൻ ഓട്ടോമാറ്റിക്കലി
ദാസനായി മാറുകയാണ് ചെയ്യുന്നത് നമ്മൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. നമ്മൾക്കൊന്ന് ഓരോരോ കൃഷ്ണാനുഭവം ഉണ്ടാകുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും നമ്മളുടെ ദാസനായി ഭഗവാൻ മാറുകയാണ് അല്ലെ. പല വ്യക്തികൾക്കും കൃഷ്ണാനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ വ്യക്തികൾക്കൊക്കെ തന്നെ മനസ്സിലാവുന്നുണ്ട് ഭഗവാൻ നമ്മൾക്ക് വേണ്ടിയിട്ട് എന്തുമാത്രം കൃപയാ ചെയ്തത്. നമ്മൾ അറിയാതെ നമുക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ അല്ലെ, ഒന്നും നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നില്ല. പക്ഷെ ഭഗവാൻ അതെല്ലാം നേരത്തെ കണ്ടിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തരുന്നു അല്ലെ. അപ്പൊ നമ്മൾ ആ ഒരു ഭഗവാന്റെ ഒരു കൃപ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ്, ഋഷികേശ സേവനം വയ്ക്കും. നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് എണീറ്റ് നടക്കാൻ കഴിയുന്ന ഈ സമയത്ത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടും കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടും എല്ലാം തന്നെ ആ ഋഷികേശനായിട്ടുള്ള ഭഗവാനെ നമ്മൾ സേവ ചെയ്യണം. അതാണ് നമ്മളുടെ ജീവിത ലക്ഷ്യം. അടുത്തത് അർജുനോവാച സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമോ അമേച്യുതാം യാവദേതാൻ നിരീക്ഷേഹം യോധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യാമസ്മിൻ രണസമുദ്യതേ. അർജുന ഉവാച സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയ മേ അച്യുതാം യാവദേതാൻ നിരീക്ഷേഹം യോധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യാമസ്മിൻ രണസമുദ്യമേ. അർജുനോവാച സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയ മേ അച്യുതാ യാവദേതാൻ നിരീക്ഷേഹം യോധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യാമസ്മിൻ രണസമുദ്യമേ. ഹരേ കൃഷ്ണ. ഇനി ഇതുവരെ വായിക്കാത്ത മാധവി രാധ മാതാജി. വിലാസിനി മാതാജി. വായിച്ചോളൂ. സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയ മേ അച്യുതാ യാവദേതാൻ നിരീക്ഷേകം യോധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. ഹരിബോൾ. അടുത്തത് വിലാസിനി മാതാജി. അർജുന ഉവാച സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയ മേ അച്യുതാ യാവദേതാൻ നിരീക്ഷേഹം യോധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. ഹരിബോൾ. ശാന്തകുമാരി മാതാജി. മാതാജി ഉണ്ടോ? ശാന്തകുമാരി മാതാജി. ലൈല മാതാജി. അർജുനോവാച സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയ മേ അച്യുതാ യാവദേതാൻ നിരീക്ഷേഹം യോധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യമുന മാതാജി അതിന്റെ അതിന്റെ ഞാൻ പദാനുപദ തർജ്ജമ. അർജുന ഉവാച, അർജുനൻ പറഞ്ഞു, അച്യുത അസ്മിൻ രണസമുദ്യമേ, ഈ യുദ്ധാരംഭത്തിൽ മയാ എന്നാൽ കൈസഹ ആരുടെ കൂടെ യോദ്ധവ്യം യുദ്ധം ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു യോധുകാമാൻ യുദ്ധമിച്ഛിച്ച് അവസ്ഥിതാൻ നിരന്നു നിൽക്കുന്ന ഏതാൻ ഇവരെയും അഹം ഞാൻ യാവത് നിരീക്ഷയെ നോക്കിക്കാണുന്നത് വരെ ഉഭയോ സേനയോ രണ്ട് സൈന്യങ്ങളുടെയും മധ്യേ നടുവിൽ മേരഥം എന്റെ തേര് സ്ഥാപയ നിർത്തുക. അതിന്റെ വിവർത്തനം ജയശ്രീല പ്രഭുപാദ്. വായിക്കുന്നത് യമുന മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം വായിക്കണോ? വായിച്ചോളൂ. ഹേ അച്യുത, ച്യുതി അഥവാ വീഴ്ച പറ്റാത്തവനെ, ഇരു സൈന്യങ്ങൾക്കും മധ്യത്തിലായി എന്റെ തേർ കൊണ്ടു നിർത്തുക. ആരൊക്കെയാണ് യുദ്ധകാംക്ഷികളായി ഇവിടെ വന്നിട്ടുള്ളതെന്ന് ഞാനൊന്ന് കാണട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബിന്ദു മാതാജി അതിന്റെ ഭാവാർത്ഥം. മൈക്ക് ഓണാക്കൂ, മൈക്ക്. ഭാവാർത്ഥം പ്രഭു പറഞ്ഞത് ഞാൻ കേട്ടില്ല, ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. ഞാൻ വായിക്കാം. ഭാവാർത്ഥത്തേക്ക് പറയാറുണ്ട്. ഞാൻ വായിക്കാം. വായിച്ചോളൂ. സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയ മേ അച്യുതാ
യാവദേതാ നിരീക്ഷേകം യോതും കാമാനവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യ അസ്മിൻ രണസമുദ്യമേ. ഹരേ കൃഷ്ണ. ശാന്തകുമാരി മാതാജി, ഭാവാർത്ഥം. ഇല്ല, ഞാൻ ബുക്കില്ല. ബുക്കില്ല. ഞാൻ അഭിയ മാതാജി. ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനായിരുന്നിട്ടും അഹേതുവായ കരുണയാൽ സുഹൃത്തിനെ സേവിക്കാൻ ഒരുങ്ങി. ഭക്തന്മാരോട് അദ്ദേഹത്തിനുള്ള സ്നേഹത്തിന് ഒരിക്കലും കുറവില്ല. അതുകൊണ്ട് ഇവിടെ അച്യുത എന്ന പേര് ഉപയോഗിക്കപ്പെട്ടു. തേരാളി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അർജുനന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്താൽ വൈമുഖ്യം കാണിക്കാത്തതിനാൽ അദ്ദേഹത്തെ വീഴ്ചയില്ലാത്തവൻ, അച്യുതൻ എന്ന് സംബോധന ചെയ്യുന്നു. തന്റെ ഭക്തന്റെ സാരഥിയാകാൻ സമ്മതിച്ചതുകൊണ്ട് കൃഷ്ണന്റെ സമുന്നത സ്ഥിതിക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ഏത് നിലയിലും അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനാണ്. സർവ ഇന്ദ്രിയങ്ങൾക്കും ഈശ്വരനുമാണ്. ഋഷികേശൻ ഭഗവാനും തന്റെ ഭക്തനുമായുള്ള ബന്ധം ദിവ്യവും സുമധുരവും അത്രേ. ഭക്തൻ എപ്പോഴും ഭഗവത് സേവനത്തിനൊരുക്കമാണ്. കൃഷ്ണനാകട്ടെ ഭക്തന് ഏതു വിധമെങ്കിലും സഹായമരുളാൻ ഒരവസരം പ്രതീക്ഷിച്ചുകൊണ്ടും ഇരിക്കുന്നു. ഭക്തന്മാരോട് ആജ്ഞാപിച്ചതിനേക്കാൾ ശുദ്ധഭക്തന്മാരുടെ ആജ്ഞകൾ നിറവേറ്റുന്നതിലാണ് ഭഗവാൻ കൂടുതൽ സന്തോഷിക്കുന്നത്. അദ്ദേഹം പ്രഭു ആയതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിന്റെ ചൊൽപ്പടിക്ക് നീങ്ങുന്നു. ഭഗവാനോട് ആജ്ഞാപിക്കത്തക്ക വിധത്തിൽ ഉന്നതനായി ആരുമില്ല. ഒരു സാഹചര്യത്തിലും ച്യുതി സംഭവിക്കാത്ത പ്രഭു ആണെങ്കിലും ഒരു ശുദ്ധഭക്തൻ തന്നോട് ആജ്ഞാപിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം ദിവ്യാനുഭൂതി അനുഭവിക്കുന്നു. ഉത്തമ ഭക്തൻ എന്ന നിലയിൽ അർജുനന് തന്റെ സഹോദരന്മാരോടും ബന്ധുക്കളോടും യുദ്ധം ചെയ്യുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. ദുര്യോധനന്റെ പിടിവാശി മൂലം സമാധാനപൂർവമായ ഒരു ഒത്തുതീർപ്പിനും വഴി കാണാതെ വന്നതുകൊണ്ട് അദ്ദേഹം അതിനെ പ്രേരിതനായെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് യുദ്ധരംഗത്ത് മുന്നിട്ട് നിൽക്കുന്നത് ആരെല്ലാമെന്ന് അറിയാൻ അർജുനൻ ഇത്രയും ഉത്കണ്ഠ കാട്ടിയത്. പോർക്കളത്തിൽ എത്തിയ ശേഷം ഒരു ഒത്തുതീർപ്പിന്റെ പ്രശ്നമേ ഇല്ല. എങ്കിലും അവരെല്ലാം ഒന്നുകൂടി കാണാനും അനാവശ്യമായ ഈ യുദ്ധത്തിന്റെ കാര്യത്തിൽ അവർക്ക് എത്രത്തോളം താല്പര്യമുണ്ടെന്നും അറിയാൻ അർജുനൻ ആഗ്രഹിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഇവിടെ പറയുന്നതാണ് അർജുനൻ ആദ്യമായിട്ട് പറയുന്ന ശ്ലോകമാണ് അല്ലെ. അത്രയും നേരം നമ്മൾ സഞ്ജയൻ പറഞ്ഞു, ഇനിയിപ്പോ അർജുനനാണ് പറയുന്നത്. അപ്പൊ എന്താണ് പറയുന്നത്? ഹേ അച്യുത, ച്യുതി അഥവാ വീഴ്ച പറ്റാത്തവനെ. ഒരിക്കലും എന്താണ് വീഴ്ച പറ്റാത്തവൻ, അതായത് ഭഗവാൻ അല്ലെ, അച്യുതൻ. നമ്മളൊക്കെ എന്താണ് ഈ അന്ധകൂപത്തിൽ കിടക്കുവാണ് അല്ലെ. നമ്മൾ ഈ അന്ധകൂപത്തിൽ കിടക്കുന്ന ഒരാളോട് നമ്മളെ ഉയർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഓൾറെഡി ചെളിക്കുണ്ടിലാണ് കിടക്കുന്നത്. നമ്മൾ അവിടെ കിടക്കുന്ന ഒരാളോട് പറഞ്ഞാൽ ഗജേന്ദ്രന്റെ അനുഭവം നമുക്കറിയാവുന്നല്ലേ അല്ലെ. കൂടെ ഉണ്ടായിരുന്ന ആനകളൊക്കെ എന്ത് ചെയ്തു? കയറിപ്പോയി. ഇദ്ദേഹം ചെളിക്കുണ്ടിൽ താഴ്ന്നു മുതല പിടിച്ച് താഴ്ത്തിയപ്പോഴത്തേക്കിനും. അപ്പം ഇതിൽ ഒരിക്കലും ച്യുതിയിൽ അല്ലെങ്കിൽ വീഴ്ചയിൽ പെട്ടിട്ടില്ലാത്ത ഒരാൾക്ക് മാത്രമേ ഈ കുഴിയിൽ കിടക്കുന്ന ഒരാളെ കരയ്ക്കുള്ള ഒരാൾക്ക് കയറ്റാൻ പറ്റുള്ളൂ അല്ലെ. എപ്പോഴും പൂർണ്ണനായിട്ടുള്ള ഭഗവാൻ അല്ലെങ്കിൽ എപ്പോഴും ഒരിക്കലും ച്യുതി പറ്റാത്ത ഒരാൾക്ക് മാത്രമേ ഈ വീഴ്ചയിൽ കിടക്കുന്ന ഒരാളെ ഉയർത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാനെ, അപ്പൊ അതുകൊണ്ട് അച്യുത എന്നുള്ള പേര് അവിടെ ഉപയോഗിച്ചത് അല്ലെ. ഇരു സൈന്യങ്ങൾക്കും മധ്യത്തിലായി എന്റെ തേർ കൊണ്ടേ നിർത്തുക. ആരൊക്കെയാണ് യുദ്ധകാംക്ഷികളായിട്ട് ഇവിടെ വന്നിട്ടുള്ളതെന്ന് ഞാനൊന്ന് കാണട്ടെ. അപ്പൊ അവിടെ തൊട്ടാണ് ഈ അർജുനന്റെ ഈ ഒരു അദ്ദേഹത്തിനോട് ഒരു ആജ്ഞ പറയുവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഹൃത്താണല്ലോ, സാഖ്യരസത്തിലാണല്ലോ. ഇപ്പോഴും അർജുനനും ഭഗവാനും തമ്മിൽ സാഖ്യരസത്തിലാണല്ലേ. തേരാളിയായിട്ട് ഭഗവാൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ഭക്തനല്ലേ. ഇവർ നരനാരായണന്മാരായിരുന്നു ജന്മജന്മാന്തരങ്ങള്. അതുകൊണ്ട് ഭഗവാൻ അറിയാം എത്ര ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്, ആരൊക്കെ ആയിരുന്നു എന്ന്. ഈ ജന്മത്തിൽ അതൊന്നും ഓർമ്മ അർജുനനില്ല എങ്കിലും ഭഗവാൻ അറിയാമല്ലോ എല്ലാം. അതുകൊണ്ട് ഭഗവാൻ തേരാളിയായി വന്നിരിക്കുകയാണ് അല്ലെ. ഒരു ഭക്തനും സുഹൃത്തും എല്ലാം കൂടെ കൂടിയാണ് അല്ലെ. അപ്പൊ ഈ ഒരു ജന്മത്തിൽ ബന്ധുവും കൂടെ കൂടിയാണ്. അച്ഛന്റെ സഹോദരിയുടെ മകനുമാണ്. അപ്പൊ അങ്ങനെ ആ ഒരു സുഹൃത്ത് ഇവിടെ തേരാളിയായിട്ട് വന്നു കഴിയുമ്പോൾ അറിയാമല്ലോ, ചവിട്ടും ആജ്ഞാപിക്കും അല്ലെ. അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോ എന്ന് പറഞ്ഞിട്ട് അറിയാമല്ലോ. ഇതെല്ലാം ഭഗവാൻ അങ്ങ് ആസ്വദിച്ച് ഇരിക്കുകയാണ് അല്ലെ. ഭഗവാൻ ഭക്തരുടെ ആ ഒരു ചവിട്ട് കിട്ടുമ്പോഴും അതെല്ലാം നമ്മൾ സാധാരണപ്പെട്ട ആൾക്കാർക്കൊക്കെ അങ്ങനെ പറ്റുമോ? ഭഗവാനെ നമുക്ക് ചവിട്ടാനോ ഭഗവാനോട് ആജ്ഞാപിക്കാൻ നമുക്ക് പറ്റുമോ? ഭഗവാൻ ആ ഒരു രസത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെന്താണ്? ഭഗവാൻ എന്താണ്? അവരൊരു ദാസനെ പോലെയാണ്. നമ്മൾ മുമ്പേ ആ പറഞ്ഞ എക്സാമ്പിൾ ഇല്ലേ, ഭഗവാൻ ഒരു ദാസനെ പോലെയാണ് ഇവിടെ പെരുമാറുന്നത് അല്ലെ.
അപ്പൊ ഇതേപോലെ ചൈതന്യ ലീലയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ ഈ ഉം, ഈ പറയുന്ന സൗത്ത് സൈഡിലേക്ക് ചൈതന്യ മഹാപ്രഭു പരിക്രമം നടത്തിയ സമയത്ത് ഒരു വ്യക്തി ഇരുന്ന്, അദ്ദേഹത്തിന് എല്ലാവരും ഇരുന്ന് കളിയാക്കാറൊക്കെ ഉണ്ട്. അദ്ദേഹം ഇരുന്ന് ഭഗവത്ഗീത ഇരുന്ന് ഇങ്ങനെ ജപിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ എന്നിട്ട് ഇരുന്ന് കരയുന്ന ചൈതന്യ മഹാപ്രഭു വളരെയധികം ശ്രദ്ധിച്ചു. ഇദ്ദേഹത്തിന് പറയുന്നതൊക്കെ മിക്കവാറും തെറ്റാണ്, വായിക്കുന്നതല്ല, ശ്ലോകവും തെറ്റാണ്. എന്നിട്ട് ഇദ്ദേഹം ആയിരുന്നു ചിരിക്കും, ഒന്നും മനസ്സിലാവുന്നൊന്നുമില്ല. അപ്പം താങ്കൾ എന്താണ് ഈ ചെയ്യുന്നത്, എന്തിനാണ് കരയുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഈ ഭഗവത്ഗീത ഇങ്ങനെ ഇരുന്ന് വായിക്കുകയാണ്, എനിക്ക് ഇതിന്റെ അർത്ഥം ഒന്നും അറിയില്ല. പക്ഷെ എന്റെ ഗുരു പറഞ്ഞു ഈ ഭഗവത്ഗീത മുഴുവനും വായിക്കണം, പഠിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം ഇപ്പൊ ഇല്ല, എനിക്കിത് പറഞ്ഞു തരാണ്ട് അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഗുരു ഉപദേശം കേട്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നീ എന്തിനാ കരയുന്നത്, വായിച്ചോ, ഭഗവത്ഗീത വായിച്ചോ, നിനക്ക് അറിയാമെങ്കിലും ഇല്ലെങ്കിൽ വായിച്ചോളൂ, പിന്നെ എന്തിനാ കരയേണ്ട ആവശ്യം ചോദിച്ചപ്പോൾ പറയാണ്, അപ്പൊ ഗുരു വന്നിങ്ങനെ പറഞ്ഞിരുന്നു, ഇതുപോലെ തന്നെ ഭഗവാൻ ഭക്തന്റെ രഥം തെളിക്കാൻ വേണ്ടിയിട്ട് പോലും തയ്യാറായി ഒരു തേരാളി, ഒരു കുതിരക്കാരനായിട്ട് ഭഗവാൻ വന്നു എന്നറിഞ്ഞതിൽ അതിന്റെ ഒരു അത്രയ്ക്ക് ഭഗവാൻ ഭക്തവത്സലനാണല്ലോ എന്നോർത്ത് ഉള്ള ആ ഒരു സന്തോഷം കൊണ്ടാണ് ഞാൻ കരഞ്ഞു പോയത് എന്ന് പറഞ്ഞു. കാര്യം ആ ഒരു കുതിരക്കാരനാകുമ്പോഴത്തേന് എന്തുമാത്രം പീഡകള് ഇയാളിൽ നിന്ന് അർജുനിൽ നിന്ന് എന്തുമാത്രം പീഡകൾ സഹിക്കേണ്ടി വരും അല്ലെ. അർജുനന് പലപ്പോഴും എങ്ങനെ ചവിട്ടുവാണ്, ലെഫ്റ്റ് തിരിയണം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇങ്ങനെ ലെഫ്റ്റ് ഭാഗത്തേക്ക് ഒരു ചവിട്ടുകയാണ് ചെയ്യുന്നത്, റൈറ്റ് തിരിയണമെങ്കിൽ റൈറ്റ് ഭാഗത്തേക്ക് ഒരു ചവിട്ടുന്നത് ഭഗവാനെ അല്ലെ. അപ്പൊ ഭഗവാൻ അതനുസരിച്ചിട്ട് രഥം തിരിച്ചു പോകണല്ലോ. അപ്പൊ യുദ്ധസമയത്ത് ഇങ്ങനെയൊക്കെയാണല്ലേ, ആജ്ഞാപിക്കുകയാണല്ലേ ഭഗവാനെ. അപ്പം ഇതൊക്കെ ആ ഭഗവാൻ സഹിച്ച് ക്ഷമിച്ച് ഭഗവാൻ ആ ഒരു പൂർണ്ണമായിട്ടും ഭക്തന്റെ ദാസനായി മാറിയല്ലോ. ഭഗവാൻ ഇത്രയ്ക്ക് ലളിതനായിട്ടൊരാളാണ്, ലാളിത്യമുള്ള ആളാണല്ലോ, ഭക്തന്റെ സേവകനായിട്ട് മാറുന്ന ഒരാളാണല്ലോ എന്നോർത്ത് ആ ഒരു ഭഗവാന്റെ അസോസിയേഷൻ കിട്ടാനായിട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നോർത്തിട്ടാണ് എനിക്ക് കരച്ചിൽ വന്നതെന്ന് ഇദ്ദേഹം പറഞ്ഞു. അപ്പൊ ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ഭഗവാൻ തന്നെയല്ലേ. അപ്പം ഭഗവാൻ അപ്പോഴത്തേന് അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് ഈ ഒരു ഭക്തൻ അങ്ങനെ വിചാരിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭഗവാൻ അവിടെ എത്തിക്കഴിഞ്ഞു. ഇദ്ദേഹത്തിന് ഭഗവാനാണെന്ന് മനസ്സിലായില്ലെങ്കിലും ഭഗവാൻ അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. ഭഗവാന്റെ ആ ഒരു സാന്നിധ്യം. പിന്നെ ഇദ്ദേഹത്തിന് ജ്ഞാനം കിട്ടാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ? ചൈതന്യ മഹാപ്രഭുവിന്റെ അസോസിയേഷൻ കിട്ടിയില്ലേ. നമ്മൾ വെറുതെ ഹരിനാമം ജപിച്ചാൽ തന്നെ നമുക്ക് 4 വേദങ്ങളും പഠിച്ച ആ ഒരു നോളേജ് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ അസോസിയേഷനോട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമുണ്ടോ? ഈ പറയുന്ന സംസ്കൃതങ്ങൾ കടുകട്ടിയായ സംസ്കൃത വാക്കുകൾ പഠിച്ച് ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഭഗവാന്റെ ആ ഒരു ആ ഒരു അസോസിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം, ആ ഒരു ദൃഷ്ടി മാത്രം പോരെ, എല്ലാം നമ്മളുടെ ജീവിത സാഫല്യം തന്നെ ആയില്ലേ. അപ്പം ഇതേപോലെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അർജുനന്റെ ആ ഒരു ഇത് വന്നിരിക്കുകയാണ്, 2 സേനകളുടെ മധ്യത്തിൽ, സൈന്യ നിരീക്ഷണം എന്നാണ് ഈ അധ്യായത്തിന്റെ പേര് തന്നെ അല്ലെ. 2 സേനകളുടെ മധ്യത്തിൽ കൊണ്ടുപോയി എന്നെ ഒന്ന് നിർത്തൂ എന്ന് ഭഗവാനോട് പറയുകയാണ്. അപ്പൊ ഇവിടെ അച്യുതൻ എന്നുള്ള പേര് ശ്രീല പ്രഭുപാദരുടെ വിവർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഭക്തന്മാർക്ക് ഒരിക്കലും അദ്ദേഹം ച്യുതി ഉണ്ടാകാനായിട്ട് അദ്ദേഹം സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് അച്യുതൻ എന്ന് വിളിക്കുന്നത് അല്ലെ. ഭക്തന്മാർക്ക് ഒരു തരത്തിൽ ഒരു വീഴ്ച വരാനായിട്ട് ഭഗവാൻ സമ്മതിക്കില്ല. നമ്മൾ എത്ര ലീലകളായിട്ട് കണ്ടല്ലേ. നമ്മൾ ഈ ഭഗവാൻ ഈ അവതാരം മുഴുവൻ എടുത്തത്, ഭഗവാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ലെങ്കിലും ഈ അവതാരം മുഴുവൻ എടുത്തെന്താണ് ഭക്തന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി, അവരെ ആയിട്ട് രമിക്കാൻ വേണ്ടിയിട്ടാണ്. അവരുമായിട്ടുള്ള ആസക്തി, അവരുമായിട്ടുള്ള കൈമാറ്റം അല്ലെ, സ്നേഹവും പ്രേമവും എല്ലാം കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇതെല്ലാം ചെയ്തത്. ഈ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന് അദ്ദേഹത്തിന്റെ ലോകത്തിൽ ഇരുന്നു കൊണ്ട് എന്ത് വേണമെങ്കിലും ജിന്ന നെപ്പിൽ ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് ആവാഹിക്കാം. ഇതെല്ലാം ഈ പ്രപഞ്ചങ്ങളെ മുഴുവൻ തിരിച്ചുവിടാം. ഇതൊക്കെ ചെയ്യാമെങ്കിൽ ഭഗവാൻ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ അവതാരമൊക്കെ നടത്തി ഇത്രയും കഷ്ടപ്പെട്ടത്? ആ ഭക്തന്മാരുമായിട്ടുള്ള ആ ഒരു ആ ഇന്റർചേഞ്ച്, കൈമാറ്റം, പരസ്പരം കൈമാറ്റം ചെയ്യുക, ഇതായിരുന്നു ഭഗവാന്റെ ഉദ്ദേശം. അത് കാരണം നമ്മൾ ഇപ്പോഴും ഭഗവാന്റെ ലീല നമ്മൾ പറഞ്ഞ് ഇപ്പോഴും ആസ്വദിച്ചുകൊണ്ടിരിക്കുക, ഓരോ ലീലകളും അല്ലെ. നമുക്ക് ഈ കൃഷ്ണലീലകളിൽ ആസക്തി ഉണ്ടാകാൻ കാര്യം എന്താണ്? നമ്മളെ പോലുള്ള ഈ പതിതാത്മാക്കള് ഇവിടെ വരും, ഭഗവാന്റെ ലീലകളും കഥകളും ഒക്കെ സ്മരിച്ച് നമ്മൾക്കൊക്കെ ഭഗവാൻ തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള അവസരമാണ് നൽകുന്നത് ഇതിൽ കൂടെ. അപ്പൊ ഇത് നമ്മള് ഭഗവാന്റെ ലീല അല്ലാതെ നമുക്ക് വേറെ ഒരാളുടെ ലീല കേട്ടുകഴിഞ്ഞാൽ, നമ്മള് ഭഗവാന്റെ ഉണ്ണികൃഷ്ണന്റെ ആ ഒരു വർണ്ണന ഒരാൾ ഗുരുവായൂരപ്പന്റെ അവിടുത്തെ ഒരു ശാന്തികാരൻ ചെയ്യുന്നുണ്ട് അല്ലെ. എത്ര മനോഹരമാണല്ലേ. എല്ലാ ദിവസവും ഇത് കണ്ട് ഉച്ചപൂജ കഴിഞ്ഞ് ഞാൻ എത്തിയിട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. എല്ലാ ദിവസവും പറയുന്നുണ്ട്, എല്ലാ ദിവസവും വർണ്ണന പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് കേട്ടാൽ മതിയാകില്ല. അത് എന്തുകൊണ്ടാണത്? ഇപ്പൊ ഞാൻ ഇടുന്ന എല്ലാ ദിവസത്തെ ഇടുന്ന ഡ്രസ്സിനെ പറ്റി ഞാൻ ഡെയിലി നിങ്ങളോട് ഒന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ 2 ദിവസം കഴിയുമ്പോൾ പ്രഭു വേറെ പണിയൊന്നുമില്ല, നിർത്തിപ്പോക്കോ എന്ന് പറഞ്ഞ ഒറ്റ പറച്ചിൽ പറയും. നിങ്ങൾ മേല ഇനി ഈ വഴിക്ക് കണ്ടവക്കരുത് നിങ്ങളൊക്കെ പറയും അല്ലെ.
ഞാനിപ്പോ അങ്ങനെ ഡെയിലി പ്രേമവൃന്ദാവന ഗ്രൂപ്പിൽ ഇടുക, ഞാൻ ഇന്ന് രാവിലെ എണീറ്റ് കുളിച്ചു, ഞാൻ ഇവിടെ ഫേഷ്യൽ ചെയ്തു, ഇവിടെ അത് തൊട്ടു ഇത് തൊട്ടു, ഞാൻ ഇന്ന ഡ്രസ്സാണ് ഇട്ടത് എന്ന് ഞാൻ ഒരു ദിവസം പറഞ്ഞു. നിങ്ങൾ ചിലപ്പോൾ സഹിച്ചു, അത് പ്രഭു അല്ലേ, ജയേഷ് പ്രഭു അല്ലേ, പോട്ടെ എന്തായാലും ഒന്ന് കേട്ടു, അദ്ദേഹത്തെ ഒരു വോയിസ് അല്ലേ കേട്ടേക്കാന്ന് വിചാരിച്ചു. രണ്ടാമത്തെ ദിവസം ഞാൻ ഇട്ടു, ഞാൻ ഇന്ന് ഇന്ന മേക്കപ്പ് ആണ് ചെയ്തത്. അപ്പൊ ചോദിക്കും പ്രഭുവിന് എപ്പോ തുടങ്ങി ഈ കുഴപ്പം ചോദിക്കും. ഇത് തന്നെ. പക്ഷെ ഭഗവാന്റെ മേക്കപ്പ് ഇട്ട് ഭഗവാന്റെ വർണ്ണന നമ്മൾ എത്ര ദിവസമായി, എത്ര നാളുകളായി കേട്ടോണ്ട്, എത്ര വർഷമായി കേട്ടോണ്ടിരിക്കുന്നത്. നമുക്ക് ആർക്കെങ്കിലും ഒരു ബോറടിക്കുന്നുണ്ടോ? അത് എന്തുകൊണ്ടാണ്? കാര്യം അത് ഭഗവാൻ ആയതുകൊണ്ടാണ്. ഭഗവാന്റെ പൊട്ടൻസി അതാണ്. ഭഗവാൻ ആ ഒരു പ്രേമം തരുവാണ്. നമ്മൾ ഇത് കേൾക്കുന്നതിൽ കൂടെ, ഈ ചെവികളിൽ കൂടെ അത് കേട്ട് കഴിയുമ്പോൾ നമ്മളുടെ എന്താണ് പറയുന്നത്, നമ്മളുടെ ആ ഒരു കൽമഷങ്ങളെല്ലാം അതോടുകൂടി നീങ്ങുകയാണ്, അകലുകയാണ് നമ്മളിൽ നിന്ന്. നമ്മൾ ഭഗവാനിലേക്ക് അറ്റാച്ച്മെന്റ് അത് അടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കൈമാറ്റം ആണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന്റെ ഭക്തന്മാർക്കൊന്നും ഒരിക്കലും ഒരു ചുതി ഉണ്ടാകാനായിട്ട് സമ്മതിക്കത്തില്ല, ഒരിക്കലും ഉണ്ടാകില്ല അങ്ങനത്തെ ഒരു ചുതി. അദ്ദേഹത്തിന് മുറുക്കെ പിടിച്ചുകൊണ്ടും, കാര്യം കരയ്ക്ക് നിൽക്കുന്ന ആൾക്കാരെ പിടിച്ചാലേ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. കുഴിയിൽ നിൽക്കുന്ന ആളെ പിടിച്ചു കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കരയ്ക്ക് നിൽക്കുന്ന ആളെ, അതായത് പൂർണ്ണനായിട്ടുള്ള ഭഗവാനെ, ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവ ശിഷ്യതേ, അങ്ങനെയുള്ള പൂർണ്ണനായിട്ടുള്ള ഭഗവാനെ, സച്ചിദാനന്ദ വിഗ്രഹ സച്ചിത് ആനന്ദ ശക്തികളുടെ ഉറവിടമായ ഭഗവാൻ, വേറൊരാൾക്കും ഈ സച്ചിദാനന്ദ ഒരു സ്വരൂപമില്ല, ഭഗവാന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ ശരണാഗതി പ്രാപിക്കുക. അങ്ങനെയുള്ള ഭഗവാനോട് എന്താണ് ആ ഒരു ഇരു സേനകളും അല്ല, ഇരു സേനകളും എന്തിന്റെ പ്രതീകമാണല്ലേ? നമ്മളുടെ എന്താണ് ഭൗതികതയുടെയും ആധ്യാത്മികതയുടെയും ആ ഒരു നടുവില് നമ്മളെ കൊണ്ട് നിർത്തുകയാണ് ചെയ്യുന്നത് അല്ലെ? നമ്മൾ തീരുമാനം എടുക്കണം അല്ലെ? എവിടെ എങ്ങോട്ട് പോകണം എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യമാണ് നമ്മൾ ഇതിൽ നിന്ന് കാണേണ്ടത്. അപ്പൊ അങ്ങനെ പറഞ്ഞു. പിന്നെന്താണ്, ഋഷികേശൻ എന്നുള്ള വാക്കുകൾ യൂസ് ചെയ്തു അല്ലെ? ഇന്ദ്രിയങ്ങളെ എല്ലാം അടക്കിയവൻ, ഇന്ദ്രിയങ്ങളുടെയൊക്കെ നാഥൻ, ഇന്ദ്രിയങ്ങളുടെയൊക്കെ ആ ഒരു അധികാരിയായിട്ടുള്ള ഭഗവാൻ. അങ്ങനെയുള്ള കൃഷ്ണൻ എന്താണ്, ഭക്തന്മാരുടെ ആജ്ഞകൾ നിറവേറ്റാനാണ് അദ്ദേഹത്തിന് താല്പര്യം. ഈ വിവർത്തനത്തിൽ പറഞ്ഞിരിക്കുകയാണ് അല്ലെ? ഭക്തന്മാരുടെ ആജ്ഞകളൊക്കെ അദ്ദേഹം വളരെ നന്നായിട്ട് നിറവേറ്റിക്കൊണ്ടേ ഇരിക്കുന്നു അല്ലെ? അങ്ങനെ അടുത്ത ശ്ലോകം 23-ാമത്തേത്. സമയമുണ്ടോ നമുക്ക്? 23, 24 വേഗം എടുത്തേക്കാം. 23 യോത്സ്യമാനാനവേഷേഹം യേതത്രേ സമാഗതാൻ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേർ യുദ്ധേ പ്രിയ ചികീർഷവാം യോത്സ്യമാനാനവേക്ഷേഹം യേതേത്ര സമാഗതാം ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേർ യുദ്ധേ പ്രിയ ചികീർഷവഹാം. ഹരേ കൃഷ്ണ. 23-ാമത്തെ ശ്ലോകം രതിദേവി മാതാജി. ഹരേ കൃഷ്ണ. യുത്സ്യമാനേന വേഷേഹം യേതേത്ര സമാഗതാം ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേർയുദ്ധേ പ്രിയ ചികീർഷവാം. ഹരേ കൃഷ്ണ. രാധിക മാതാജി. ഹരേ കൃഷ്ണ. യോത്സ്യമാനാനവേക്ഷേഹം യേതേത്ര സമാഗതാ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേ യുദ്ധേ പ്രിയ ചികീർഷവഃ. ഹരി ബോൽ. ശ്രീലപ്രഭാതരുടെ പദാനുപത തർജ്ജമ. ഏതേ യാതൊരു ജനങ്ങൾ ദുർബുദ്ധിയായ ധാർത്തരാഷ്ട്രസ്യ ധൃതരാഷ്ട്രപുത്രന്റെ യുദ്ധത്തിൽ പ്രിയ ചികീർഷവഃ പ്രിയം ഇച്ഛിക്കുന്നവരായിട്ട് അത്ര സമാഗത അവിടെ എത്തിച്ചേർന്നിരിക്കുന്നുവോ യോത്സ്യമാനാൻ യുദ്ധം ചെയ്യുവാൻ പോകുന്ന അവരെ അഹം ഞാൻ അപേക്ഷ കാണട്ടെ. അതിന്റെ വിവർത്തനം ആരാണ് വായിക്കുന്നത്? രമാ മാതാജി. ഹരേ കൃഷ്ണ. ദുർബുദ്ധിയായ ധൃതരാഷ്ട്രപുത്രനെ സന്തോഷിപ്പിക്കുവാനായി യുദ്ധത്തിനൊരുങ്ങി വന്നവരെ ഞാൻ കാണട്ടെ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം വായിക്കണോ? ഭാവാർത്ഥം ഭാരതി മാതാജി. മാതാജി ഇല്ലേ? ഭാരതി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ ഓം കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ.
योत्स्यमानानवेक्षेऽहं य एतेऽत्र समागताः धार्तराष्ट्रस्य दुर्बुद्धेर्युद्धे प्रियचिकीर्षवः. ഞാൻ ഭാവാർത്ഥം വായിക്കാനായിരുന്നു മാതാജി കൃഷ്ണ പറഞ്ഞത്. പ്രഭു. അയ്യോ. ശ്രീല പ്രഭുപാദ് കി ജയ്. ഭാവാർത്ഥം. ദുര്യോധനൻ പിതാവായ ധൃതരാഷ്ട്രന്റെ സഹായത്തോടെ പാണ്ഡവരുടെ രാജ്യം കൈയടക്കാൻ കുടിലതന്ത്രങ്ങൾ പ്രയോഗിക്കുകയാണെന്നത് ഏവർക്കും അറിയാവുന്ന ഒരു രഹസ്യമത്രേ. അപ്പോൾ അതിന് കൂട്ടുനിൽക്കുന്നവരും ഒരേവിധം തൂവലുകളുള്ള പക്ഷികൾ സമാന ചിന്താഗതിയുള്ളവർ ആയിരിക്കും. ആരെല്ലാം എന്നറിയാൻ മാത്രമാണ്, അവരുമായി ഒത്തുതീർപ്പുണ്ടാക്കാനല്ല. യുദ്ധകളത്തിൽ വെച്ച് അർജുനൻ ആ യോദ്ധാക്കളെ കാണാൻ ആഗ്രഹിച്ചത് താൻ നേരിടാൻ പോകുന്ന സൈന്യത്തിന്റെ ബലം എത്രയുണ്ടെന്ന് കണക്കാക്കാമെന്നും അദ്ദേഹം ഉദ്ദേശിച്ചു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഇവിടെ അപ്പൊ എന്താണ് ചെയ്യുന്നത്? ദുർബുദ്ധിയായ ധൃതരാഷ്ട്രപുത്രന്മാരെ സന്തോഷിപ്പിക്കുവാനായി യുദ്ധത്തിന് ഒരുങ്ങി വന്നവരെ ഞാൻ കാണട്ടെ. അപ്പം നേരത്തെ ദുര്യോധനായിരുന്നു സൈന്യ നിരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നത് അല്ലെ. ഇപ്പൊ അർജുനൻ ഇത് ആരംഭിച്ചു. അർജുനൻ പറഞ്ഞു ദുർബുദ്ധിയായിട്ടുള്ള ധൃതരാഷ്ട്രപുത്രന്മാരെല്ലാം ദുർബുദ്ധിയാണല്ലേ, അവർ അധർമ്മ മാർഗം സ്വീകരിച്ചവരാണല്ലേ. അപ്പൊ അവരെയൊക്കെ സന്തോഷിപ്പിക്കാനായിട്ട് അവരുടെ കൂടെ കൂടിയിരിക്കുന്ന ആരൊക്കെയാണെന്ന് ഞാൻ ഇന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാനോട് ഇത് ചോദിക്കുന്നത്. അടുത്ത ശ്ലോകം 24. സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഋഷികേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഋഷികേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. ഹരേ കൃഷ്ണ. ശാന്തകുമാരി മാതാജി കേൾക്കുന്ന ആ കേൾക്കുന്നു. ഗൂഢാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയുദ്ധ രഥോത്തമം. ഹരേ കൃഷ്ണ. മറ്റേ ശാന്തകുമാരി മാതാജി രണ്ടുപേരുണ്ടായിരുന്നു, അത് കാരണം മറ്റേ ശാന്തകുമാരി മാതാജിയും കൂടെ. പ്രഭു വായിക്കട്ടെ? വായിച്ചോളൂ. സഞ്ജയുവാച ഏവമുക്തോ ഋഷികേശോ ഗൂഢകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. ഹരിബോൽ. ശ്രീല പ്രഭുപാദരുടെ തർജ്ജമ. സഞ്ജയ് ഉവാച, സഞ്ജയൻ പറഞ്ഞു, ഭാരത വംശജ ഏവം ഇപ്രകാരം ഗുഡാകേശന അർജുനാൽ ഉക്ത പറയപ്പെട്ടു. ഋഷികേശ കൃഷ്ണ ഭഗവാൻ ഉഭയോ സേനയോ രണ്ട് സൈന്യങ്ങളുടെ മധ്യേ നടുവിൽ രഥോത്തമം ശ്രേഷ്ഠമായ തേര് സ്ഥാപിച്ചിട്ട് അടുത്ത അതിന്റെ വിവർത്തനം യമുന മാതാജി. യമുന മാതാജി. ഹരേ കൃഷ്ണ. സഞ്ജയൻ പറഞ്ഞു, ഹേ ഭാരതശ്രേഷ്ഠ ഭാരതപുത്ര, അർജുനന്റെ വാക്കു കേട്ടിട്ട് കൃഷ്ണ ഭഗവാൻ ശ്രേഷ്ഠമായ ആ രഥത്തെ ഇരു സൈന്യങ്ങൾക്കും നടുവിൽ കൊണ്ടു നിർത്തി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം കൃഷ്ണകുമാരി മാതാജി. ഇവിടെ അർജുനനെ ഗൂഢാകേശൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഗൂഢാകം എന്നാൽ നിദ്ര, നിദ്രയെ ജയിക്കുന്നവൻ ഗൂഢാകേശൻ. നിദ്ര അജ്ഞാനത്തെയും സൂചിപ്പിക്കുന്നു. കൃഷ്ണനുമായുള്ള സൗഹാർദ്ദമുള്ള അർജുനൻ നിദ്രയെ അജ്ഞാനത്തെയും കീഴടക്കിയിരിക്കുന്നു. പരമഭക്തനാകയാൽ നിമിഷ നേരത്തേക്ക് പോലും അദ്ദേഹത്തിന് കൃഷ്ണനെ മറക്കാനാവില്ല. ഭക്തന്റെ സ്വഭാവമാണിത്. ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒരുപോലെ അയാൾക്ക് കൃഷ്ണന്റെ നാമം, രൂപം, ഗുണങ്ങൾ, ലീലകൾ എന്നിവയെപ്പറ്റി ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. അപ്രകാരം ഒരു കൃഷ്ണഭക്തന് കൃഷ്ണനെ പറ്റി ചിന്തിച്ചുകൊണ്ട് തന്നെ നിദ്രയും അജ്ഞാനത്തെയും ജയിക്കാം. ഇതിനെ കൃഷ്ണാവബോധം അഥവാ സമാധി എന്ന് പറയും. സൈന്യങ്ങളുടെ നടുവിൽ രഥം നിർത്തുന്നത് കൊണ്ട് അർജുനൻ ഉദ്ദേശിച്ചത് എന്തെന്ന് ഏതൊരു ജീവന്റെ മനോബുദ്ധി ഇന്ദ്രിയങ്ങളെ നയിക്കുന്ന ഋഷികേശനായ കൃഷ്ണനെ അറിയാമായിരുന്നു. രഥം നിർത്തിയ ഭഗവാൻ ഇങ്ങനെ അരുളി ചെയ്തു. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? വീണ്ടും സഞ്ജയൻ പറഞ്ഞിരിക്കുവാണ്, ഇങ്ങനെ അർജുനൻ പറഞ്ഞു അല്ലെ, രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിൽ കൊണ്ട് നിർത്താനായിട്ട് ഭഗവാനോട് പറഞ്ഞു. ഇങ്ങനെ ഋഷികേശനായിട്ടുള്ള ഭഗവാനോട് ഗുഡാകേശനായിട്ടുള്ള അർജുനൻ പറഞ്ഞു. അങ്ങനെ എന്താണ്, അർജുനന്റെ വാക്ക് കേട്ടിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രേഷ്ഠമായ ആ രഥത്തെ ഇരു സൈന്യങ്ങൾക്ക് നടുവിൽ കൊണ്ടേ നിർത്തി. അർജുനൻ പറഞ്ഞ അനുസരിച്ചിട്ട് എന്താണ് ഗുഡാകേശൻ എന്ന് പറഞ്ഞ എന്താണ്? നിദ്രയെ നിയന്ത്രിച്ചവൻ. അർജുനന് ഒരുപാട് ശസ്ത്രവിദ്യകൾ അറിയാം. അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളെയും ഒരുപാട് നിയന്ത്രിക്കാനൊക്കെ അറിയാവുന്നതാണ്. അങ്ങനെ നമ്മുടെ നിദ്ര എന്നുള്ള ഒരു മഹാശാപത്തെ
നമ്മൾക്കൊക്കെ എന്താണ് എന്തെങ്കിലും നാമം ജപിക്കാൻ അങ്ങ് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഉറക്കം വരും അല്ലേ? അതാണ് നമ്മളുടെ എല്ലാവരും അവസ്ഥ. അപ്പൊ അങ്ങനെ അർജുനന് ദിവസങ്ങളോളം ഉറങ്ങാതെ പോലും യുദ്ധം ചെയ്യാനുള്ള കഴിവുണ്ട്. നിദ്രയൊക്കെ ജയിച്ചവനാണ്. അതായത് വേണമെങ്കിൽ ഒരു 1-2 മണിക്കൂർ ചിലപ്പോൾ എങ്ങനെയും ഒരു ഇടവേള കിട്ടുമ്പോൾ നിന്നുറങ്ങാനും അങ്ങനെയൊക്കെ ആ ഉറക്കത്തെ അതിജീവിക്കാനുണ്ട് അദ്ദേഹത്തിന്. നിന്നോ അല്ലെങ്കിൽ കിടക്കണം എന്നൊന്നുമില്ല, ഇരുന്ന് രഥത്തിൽ ഇരുന്ന് ഉറങ്ങാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പല കഴിവുകളുള്ള ആളാണ് അർജുനന് അങ്ങനെ. അതുകൊണ്ട് ഗുഡാകേശൻ എന്നുള്ള പേരാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഋഷികേശനായിട്ടുള്ള ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഋഷികേശനായിട്ടുള്ള ഭഗവാനോട് ഗുഡാകേശനായിട്ടുള്ള അർജുനൻ ഇങ്ങനെ പറഞ്ഞതനുസരിച്ചിട്ട് ഇരു സൈന്യങ്ങളുടെ മധ്യത്തിൽ കൊണ്ടുപോയിട്ട് ഭഗവാൻ എന്താണ് തേര് നിർത്തി. അപ്പം ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്ന എങ്ങനെയാണ്, ഈ നമ്മൾ ശരിക്കുള്ള ഭക്തർ എന്താണ് ചെയ്യുന്നത്? ഒരു നിമിഷം പോലും നിദ്രയിൽ പോലും ഭഗവാനെ പിരിയാതെ ഇരിക്കണം എന്നുള്ള ഒരു സൂചനയാണ് നൽകിയത് അല്ലെ? നിദ്രയിൽ പോലും നമ്മൾ ഉണ്ണിലും ഉറക്കത്തിലും എല്ലാം തന്നെ ഭഗവാനെ പിരിയാതെ ഇരിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള ഒരു സൂചനയാണ് നൽകിയത്. അതുകൊണ്ടാണല്ലോ അർജുനന് സേവ ചെയ്യുന്നത്. അർജുനന്റെ ആ ഒരു യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും ഭഗവാനെ പറ്റി ഓർത്തിരിക്കുക എന്നുള്ളതാണ് അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ചെറിയ ചെറിയ കഥ വളരെ ഷോർട്ട് ചെയ്ത് പറയാം. ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ ഈ യുദ്ധം എല്ലാം കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഇതുപോലെ ഒരു ദിവസം ദ്വാരകയില് നാരദമുനി ചെന്ന് കഴിഞ്ഞപ്പോൾ അർജുനൻ എവിടെ ഭഗവാൻ എവിടെ എന്ന് രുക്മിണി ദേവിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഭഗവാൻ അർജുനൻ ഇവിടെ വന്നിരുന്നു, അപ്പൊ അർജുനന്റെ കൂടെ വനത്തിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അവരൊരു യാത്രയ്ക്ക് പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നാരദമുനി അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ മടിയിൽ തല വെച്ച് കിടന്നിട്ട് അർജുനൻ നല്ല ഉറക്കാണ്. ഭഗവാൻ ഇങ്ങനെ ഭക്തന് യാതൊരു വിധത്തിലുള്ള ഒരു മറ്റുള്ള ജീവജാലങ്ങൾ മുഖാന്തരമോ ആ നിദ്രയിൽ ഒരു ഭംഗം ഉണ്ടാകാതിരിക്കാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിരുമ്പോൾ നോക്കും നാരദമുനി നാരായണ നാരായണ ജപിച്ചു എന്നപ്പോ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, ശബ്ദം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു വന്നു. അപ്പോഴത്തേനും നാരദമുനിക്ക് വേറൊരു കഴിവുണ്ടല്ലേ, ഭഗവാനായിട്ട് ഹൃദയം കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ നാരദമുനി ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ അർജുനെ പോലൊരു ആൾക്ക് ഭഗവാൻ ഇത്ര ഇമ്പോർട്ടന്റ് കൊടുത്ത്? ശരിക്കും തിരിച്ചല്ലേ ചെയ്യേണ്ടത്? അർജുനൻ എന്താണ് ചെയ്യേണ്ടത്? ഭഗവാനെ അർജുനന്റെ മടിയിൽ ഭഗവാന്റെ തല വെച്ചിട്ട് ഭഗവാനെ ഉറങ്ങാൻ അനുവദിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെ? ഒരു ഭക്തനാണെങ്കിൽ. ഇത് നേരെ തിരിച്ചാണ് അല്ലെ? നേരെ തിരിച്ച് എന്തുകൊണ്ട് വന്നു? അപ്പൊ ആ ഒരു കാര്യത്തിൽ നാരദമുനി ആലോചിച്ചിട്ടൊന്നും നാരദമുനിക്ക് പിടികിട്ടുന്നില്ല, ഇതെന്താണ് ഈ ഭഗവാൻ കാണിക്കുന്നത്. അപ്പം നാരദമുനിയുടെ ഹൃദയം അറിയാവുന്ന ആളായതുകൊണ്ട് ഭഗവാന് മനസ്സിലായി. ഭഗവാൻ എന്ത് ചെയ്തു? അർജുനന്റെ ശരീരത്തിൽ നിന്ന് പൊഴിഞ്ഞു കിടക്കുന്ന ഒരു രോമം കാണിച്ചു കൊടുത്തു. രോമം, ഒരു മുടിനാര്, തലമുടിനാര് എടുത്തിട്ട് നാരദമുനിയോട് അത് എടുക്കാൻ പറഞ്ഞിട്ട് എന്താണ് അത് ചെവിയിൽ വെക്കാൻ പറഞ്ഞു. ചെവിയിൽ വെച്ച് നോക്കിയപ്പോ എന്താണ് കൃഷ്ണസ്തു എന്താണ് എന്താണ് കൃഷ്ണ സർവം മമ എന്ന് പറഞ്ഞ് അങ്ങനെ എന്താണ്ട് ഒരു ശ്ലോകമാണ്. ആ ശ്ലോകം ജപിച്ചുകൊണ്ട് കൃഷ്ണൻ എല്ലായിടവും കൃഷ്ണനാണ്, ഞാൻ കൃഷ്ണനെ തന്നെയാണ് ഞാൻ സ്മരിക്കുന്നത്, ഞാൻ എപ്പോഴും കൃഷ്ണൻ എല്ലായിടത്തും ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മന്ത്രമാണ് ജപിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഞാനത് കിട്ടുവാണെങ്കിൽ അത് പറയാം കേട്ടോ. ഞാനത് ഒരു ക്ലാസ്സിൽ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മന്ത്രമാണ് ആ മുടിയിൽ നിന്ന് വരെ വരുന്നത്. മുടി എന്ന് പറഞ്ഞാൽ നിർജീവമായിട്ടുള്ള ഒരു സംഭവം, നമ്മുടെ ശരീരത്തിൽ നിന്ന് പൊഴിഞ്ഞു പോയിട്ടുള്ള ആ മുടിയിൽ പോലും എന്താണ് ആ ഒരു ശ്രീകൃഷ്ണ മന്ത്രമാണ് ജപിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പം നാരദമുനിക്ക് മനസ്സിലായി ഇത് സാധാരണപ്പെട്ട വ്യക്തിയല്ല, അതുകൊണ്ടാണ് ഭഗവാൻ അവരുടെ ദാസനായി മാറിയത് അല്ലെ? ഭഗവാൻ യജമാനാകേണ്ടടുത്ത് ഇവിടെ ഭഗവാൻ ദാസനായിട്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ ആ ഭക്തരോട് ഭഗവാൻ ഇത്രമാത്രം സ്നേഹവും വാത്സല്യമുണ്ട്. കാര്യം എന്താണ്? അവര് ഊണിലും ഉറക്കത്തിലും എല്ലാം എന്താണ് ഭഗവാന്റെ ആ ഒരു വിചാരം അല്ലാതെ ഇല്ല, മറ്റൊരു കാര്യം ഇല്ല. അതുകൊണ്ടാണ് ഒരു നിദ്രയെ അജ്ഞാനത്തെയും കീഴടക്കിയിരിക്കുന്നു. പരമഭക്തനാകിയാൽ നിമിഷ നേരത്തേക്ക് പോലും അദ്ദേഹത്തിന് കൃഷ്ണനെ മറക്കാനാവില്ല, ഒരു നിമിഷ നേരം പോലും. അതാണ് ഭക്തന്മാരുടെ സ്വഭാവം. ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒരേപോലെ അയാൾക്ക് കൃഷ്ണനാമം, രൂപം, ഗുണങ്ങൾ, ലീലകൾ എന്നിവയെ പറ്റി ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. അപ്രകാരം ഒരു കൃഷ്ണഭക്തന് കൃഷ്ണനെ പറ്റി ചിന്തിച്ചുകൊണ്ട് തന്നെ നിദ്രയെയും അജ്ഞാനത്തെയും ജയിക്കാം. അങ്ങനെ ഒരർത്ഥത്തിലും ഗുഡാകേശൻ എന്ന് നമുക്ക് പറയാം. ശരിക്കും അർജുനന് നിദ്രയെ ജയിക്കാനുള്ള കഴിവുണ്ടെങ്കിലും ഇങ്ങനെ ഭഗവാനെ പിരിഞ്ഞിരിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകാതെ ഇരിക്കണം എന്നാണ് അർജുനന്റെ ആഗ്രഹം ഉള്ളത് കൊണ്ടും അദ്ദേഹത്തെ ഗുഡാകേശൻ എന്നുള്ള പേരാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൃഷ്ണാവബോധം അഥവാ കൃഷ്ണാവബോധത്തെ നമുക്ക് അതുകൊണ്ട് സമാധി എന്ന് പറയും. നമ്മൾ ഈ പറയുന്ന കൃഷ്ണനെ പറ്റി നിരന്തരം
പറഞ്ഞും കേട്ടും ജപിച്ചും ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് ഇതൊരു സമാധിയുടെ അവസ്ഥ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സൈന്യങ്ങളുടെ നടുവിൽ രഥം നിർത്തുന്നതുകൊണ്ട് അർജുനൻ ഉപദേശിച്ചത് എന്തെന്ന് ഏതൊരു ജീവാത്മാവിന്റെയും മനോബുദ്ധീന്ദ്രിയങ്ങളെ നീന്തിക്കുന്ന ഹൃഷികേശനായ കൃഷ്ണന് അറിയാമായിരുന്നു. കൃഷ്ണന് അറിയാം ഓൾറെഡി അർജുനൻ ഇവിടെ കൊണ്ട് നിർത്തും. അർജുനൻ ഇത് കാണുമ്പോഴത്തേനും അർജുനന്റെ എന്താണ് മനസ്സൊക്കെ അങ്ങ് വ്യതിചലിക്കും. അതുകൊണ്ട് അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ഒരുങ്ങുന്നൊക്കെ ഭഗവാൻ അറിയാം. ഭഗവാൻ ഈ ഭഗവത്ഗീത നമ്മളിലേക്ക് വീണ്ടും എത്തിക്കണ്ടേ? അതിനെ അർജുനനെ ഒരു ആയുധമാക്കി എടുത്ത് ഭഗവാൻ അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചു. ഇനിയാണല്ലോ ബാക്കി ഭഗവത്ഗീത ഇവിടെ തൊട്ടാണല്ലോ ഇനി തുടങ്ങുന്നത്, അല്ലേ? ശരിക്കും നമ്മളിപ്പോ ഒരു സൈന്യ നിരീക്ഷണമാണ് കണ്ടത്. ഇനിയിപ്പം അർജുനൻ ചോദിക്കുന്ന ചോദ്യങ്ങളും ഭഗവാൻ നൽകുന്ന മറുപടികളും ഒക്കെ ആയിട്ടാണ് ഇനി അങ്ങോട്ടേക്ക് ഭഗവത്ഗീത ശരിക്കും തുടങ്ങുന്നത്. ഇപ്പൊ രണ്ട് സൈന്യങ്ങളുടെ മധ്യത്തിൽ കൊണ്ട് നിർത്തി ഇനിയാണ് ശരിക്കും അർജുന വിഷാദയോഗം ഇവിടെ തൊട്ട് അങ്ങ് തുടങ്ങും, അല്ലേ? അപ്പൊ അർജുനന് വ്യതിചലനം ഉണ്ടാകുന്നു. നമുക്കൊക്കെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇനിയിപ്പം അർജുനൻ ഉണ്ടാകുന്ന. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നമ്മളെല്ലാം അങ്ങ് ഇതായിട്ട് നിൽക്കുകയാണ്, അല്ലെ? എന്ത് ചെയ്യണം, ഇനി എന്ത് ചെയ്യും, നമ്മളുടെ ജീവിതത്തെ ആകെ താറുമാറായി, ഇനി എനിക്കൊന്നും അറിയില്ല, എന്റെ ജീവിതം ഇതുകൊണ്ട് തീർന്നു, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ആ ഒരു സന്ദർഭങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഇത് ഓർക്കാം, അല്ലെ? ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് എന്താണ് ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിക്കുന്ന അർജുനൻ, അല്ലെ? അർജുനൻ ആ ഒരു പ്രതിസന്ധി ശരിക്കും യഥാർത്ഥത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടത്തിൽ അർജുനൻ ഭഗവത്ഗീത നമുക്ക് തന്നു. കാര്യം യുദ്ധമുഖത്ത് ഉപദേശിച്ചു കൊടുത്താണ്. അതുകൊണ്ട് നമ്മളുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് ഭഗവത്ഗീത നമുക്കൊരു ആശ്രയമാണ്, നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈ ഭഗവത്ഗീത ഇനി നിങ്ങൾ എല്ലാവരും തുടർന്നുള്ള ക്ലാസ്സുകളിലൊന്നും മിസ്സാക്കാതെ അത് ശരിയായിട്ടുള്ള രീതിയിൽ പഠിച്ച് മനനം ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്യണം. വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണം. വീട്ടിലിരുന്ന് അതെല്ലാം ശ്ലോകങ്ങൾ വായിച്ചു നോക്കുക, നോട്ട് എഴുതിയതൊക്കെ വായിച്ചു നോക്കി മനനം ചെയ്ത് മുന്നോട്ട് പോകണം. അതിന്റെ ഭാവാർത്ഥം വായിക്കുന്ന ശ്രീല പ്രഭുപാദരുടെ ഭാവാർത്ഥം വായിച്ചിട്ട് അടിവര ഇടണം. പ്രധാനപ്പെട്ട പോയിന്റുകൾക്കൊക്കെ നമുക്ക് ഇതെല്ലാം വീണ്ടും ഉപയോഗപ്രദമാകുന്ന സംഭവങ്ങളാണ്. നമ്മൾക്ക് ഇടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊരു ശ്ലോകം പകത്തെടുത്തിട്ട് നോക്കുക. നമുക്ക് അതിന്റെ ഉത്തരം ഭഗവാൻ അവിടെ കാണിച്ചു തരും, ഭഗവാനെ സ്മരിച്ചിട്ട്. അപ്പം അങ്ങനെ ഇപ്രാവശ്യം പലർക്കും അറിയാമല്ലോ, അല്ലെ? നമ്മള് ഏറ്റുമാനൂർ വെച്ചിട്ട് നമ്മുടെ പ്രോഗ്രാമിന്റെ സമയത്ത് ശ്ലോകം പകർത്തപ്പോൾ കിട്ടിയില്ല ഏത് ശ്ലോകമാണെന്നും. ഇപ്പൊ നമ്മുടെ ഗുരുവായൂർ നമ്മള് വീട്ടിൽ വെച്ചിട്ട് പകർത്തപ്പോൾ കിട്ടിയ ശ്ലോകവും നിങ്ങൾ വന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലായി കാണും, അല്ലെ? അപ്പം ആ രണ്ടും അതിന് ആപ്റ്റായിട്ടുള്ള ശ്ലോകം തന്നെ ഭഗവാൻ തന്നു രണ്ട് സന്ദർഭങ്ങളില്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മളിത് അടിവരയൊക്കെ ഇട്ട് വെച്ച് നമ്മളിത് നിരന്തരം ഇത് ഒന്ന് പോളിഷ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ ഇത് ആ സിറ്റീസ് വെക്കാൻ പാടില്ല ആരും. ആ സിറ്റീസ് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കും. നമ്മൾ വല്ല പണ്ടൊരു ചെടി ഉണ്ടായിരുന്നു, കള്ളിമുൾച്ചെടിയൊക്കെ. കള്ളിമുൾച്ചെടിയൊക്കെ എടുത്ത് അകത്ത് വെക്കുകയാണെങ്കിൽ അതിങ്ങനെ മുള വരും, അല്ലേ? ഇങ്ങനെ മുള വരുന്ന പണ്ടൊക്കെ കുട്ടികളൊക്കെ ഒരു ബുക്കിന്റെ അകത്ത് എടുത്ത് വെക്കുകയല്ലേ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ? ഒരു ഇല കൊണ്ടേ പറിച്ചിട്ട് വെക്കും, അല്ലെ? ഇങ്ങനെ മുള വരാൻ വേണ്ടിയിട്ട്. അപ്പം അത് അങ്ങനെ വരാനായിട്ടല്ല ഇതിന്റെ ഉദ്ദേശം. ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന മെസ്സേജ് നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓരോ കാര്യം നമ്മൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ രക്ഷപ്പെടും. ഓരോരുത്തർക്കും ഇത് എന്താണ് എന്താ പറയുന്നത്, നമ്മളുടെ ഇനിയുള്ള തുടർന്നുള്ള ജീവിതത്തിലും നമ്മളുടെ വരും തലമുറകൾക്കും ഈ സന്ദേശം എത്തിക്കാനായിട്ട് നിങ്ങളുടെ ഓരോരുത്തരിൽ കൂടെ എത്താനായിട്ട് അത് സാധിക്കട്ടെ. അങ്ങനെ എപ്പോഴും ഭഗവാൻ ഒരു എന്താ പറയുന്നത് ലീല സ്മരണവും അതുപോലെ തന്നെ ഭഗവാന്റെ കഥാസ്മരണവും ഭഗവാന്റെ രൂപസ്മരണയും ഭഗവാന്റെ നാമസ്മരണയും ഒക്കെ എപ്പോഴും നിങ്ങളുടെ നാവിൻ തുമ്പിലും നിങ്ങളുടെ ചെവിയിലും ഹൃദയത്തിലും ഒക്കെ എപ്പോഴും സദാ വിളയാടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ്. ക്ലാസിന്റെ സമയം ഇന്ന് അതിക്രമിച്ചു. ഒരു കുറച്ച് സമയം കഴിഞ്ഞു പോയി. പ്രഭു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ മാതാജി. പ്രഭു, ഞാനിങ്ങനെ തിരക്ക് നടക്കുമായിരുന്നേ. നമ്മുടെ ഭഗവാന്റെ തേരിന്റെ പേര് പ്രഭു ഇപ്പൊ പറഞ്ഞല്ലോ, ഒന്നുകൂടെ ഒന്ന് പറയൂ. കപിധ്വജം. ശരി ശരി പ്രഭു. ശരി. ഹരേ കൃഷ്ണ. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കിയെങ്കിൽ അത് ഒരു വാക്കിൽ ഉത്തരം പറയാം. സമയം വളരെ കുറവാണ്. ഭഗവാനെ എപ്പോഴും വിചാരിക്കുക,
ഭഗവാനോട് തന്നെ ജീവിക്കുക, ഭഗവാൻ നമ്മളെ കാര്യം എല്ലാം നോക്കിക്കോളും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി ഇരിക്കുക. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. മാധവി രാധ മാതാജി. മാതാജി മൈക്ക് ഓൺ ആക്കൂ. സംശയമൊന്നുമില്ല പ്രഭുജി, എല്ലാം മനസ്സിലായി. മനസ്സിലായി. ആ എല്ലാം മനസ്സിലായിട്ട് പ്രഭു കാര്യമില്ല. നമ്മളെ നമ്മൾ മനനം ചെയ്യണം നിരന്തരം. ദിവസം വായിക്കുന്നുണ്ട്. ദിവസം വായിക്കുക. അതെന്റെ ഈ പാരായണത്തിനൊക്കെ പോകുന്നവരുടെ ഒരു പ്രത്യേകത എന്താണ്? എല്ലാം പാരായണം ചെയ്യും, എല്ലാം വായിക്കാൻ അറിയാം, പക്ഷെ അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഞാൻ ഭഗവത്ഗീത ഒരുപാട് ആവർത്തി വായിച്ചിട്ടുണ്ട്, ഭാഗവതം ഒരുപാട് ആവർത്തി വായിച്ചിട്ടുണ്ടെന്ന് പറയും, പക്ഷെ അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇനി അത് മാതാജി ശരിയാണ് വായിക്കുന്നതോടൊപ്പം തന്നെ മനസ്സിലാക്കി വായിക്കണം. അതുപോലെ തന്നെ അത് എന്താണ്, അത് വീണ്ടും വീണ്ടും നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുകയും വേണം. ഓക്കെ മാതാജി, ഹരിപോൽ. ജ്ഞാനാംബിക മാതാജി എന്താണ് മനസ്സിലാക്കിയത്? ഭഗവാൻ പരമ ദിവ്യോത്തമ പുരുഷനാണ്. നമ്മൾ അദ്ദേഹത്തെ സർവാത്മനാ സേവിച്ചാൽ അദ്ദേഹം നമ്മുടെ ദാസനായിട്ട് നമ്മുടെ വേണ്ട കാര്യങ്ങൾ നമ്മൾക്ക് നോക്കിക്കോളും. നമ്മുടെ കാര്യങ്ങൾ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റാണ് മാതാജി പറഞ്ഞത് അല്ലേ? ഇനി അടുത്തത് രതിദേവി മാതാജി. രതിദേവി മാതാജിയെ കാണുന്നില്ല. ശ്രീരഞ്ജിനി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ശരിക്കും ഒരു പ്രതിസന്ധി ഘട്ടത്തില് എങ്ങനെയാണ് തരണം ചെയ്യേണ്ടതെന്നും ഭഗവാനെ ആശ്രയിച്ചാൽ, അതായത് സമാശ്രിതായി എന്ന് പറയുന്ന പോലെ പൂർണ്ണ ശരണാഗതിയോടുകൂടി ഭഗവാനെ ആശ്രയിച്ചാൽ ഭഗവാൻ യോഗക്ഷേമം വഹാമ്യഹം തന്നെ നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്തുള്ളൂ. അപ്പൊ നമുക്ക് അത്ര ഒരു ഉറപ്പ് വരണമെങ്കിൽ ശരിക്കും നമുക്ക് അതിനകത്തൊരു ദൃഢവിശ്വാസം വരണം. ആ ദൃഢവിശ്വാസത്തിന് വേണ്ടി നമ്മൾ ശരിക്കും എന്താ പറയുക, നമ്മള് സംശയം ഇല്ലാത്ത രീതിയിൽ പറയണം, ഡെവലപ്പ് ചെയ്യാനായിട്ട്. ഹരേ കൃഷ്ണ. ഹരിപോൽ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. നല്ലൊരു പോയിന്റ് ആയിരുന്നു. രതിദേവി മാതാജി. ഭഗവാനെ ഊണിലും ഉറക്കത്തിലും പ്രവർത്തികളിലും എല്ലാം ഭഗവാനെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുക. ഭഗവാനോട് എന്താ നമുക്ക് പറയാമെന്ന് എല്ലാം പറയുക. ഭഗവാൻ നമ്മളെ കാത്തുകൊള്ളും എന്നുള്ള വിശ്വാസത്തോടെ ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിക്കുക. ഭയം എന്ന് പറയുന്നത് ഉണ്ടാകേണ്ട ആവശ്യമുണ്ടോ? ഭഗവാൻ നമ്മുടെ സുഹൃത്താണ്, നമ്മുടെ അഭ്യകാംക്ഷയാണ്, നമ്മുടെ എല്ലാമാണ്. അങ്ങനെ വിചാരിക്കാം. ഭഗവാനോടെ പറയാൻ പറ്റൂ. പരാതിയും സ്നേഹവും ദേഷ്യവും എല്ലാം ഭഗവാനോടെ പറയാൻ പറ്റും. അപ്പൊ ഭഗവാന് മുമ്പ് ഇതല്ല, സങ്കടവും ഉണ്ട്, സന്തോഷവും ഉണ്ട്, ഭഗവാനോട് യാചനയുണ്ട്, അഭ്യർത്ഥനയുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ഭഗവാനോട് മാത്രമേ പറ്റുള്ളൂ. ഭഗവാനെ അടിയുറച്ച് മുറുക്കി പിടിച്ചേക്കുക. എന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ ഭഗവാനിൽ മുറുക്കി പിടിച്ചതാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഇരിക്കാൻ തന്നെ കാരണം. തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുജന മാതാജി, മാതാജിക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായായിരുന്നോ? മൈക്ക് ഓണാക്കൂ. എന്നോടാണോ ചോദിച്ചേ? മാതാജിക്ക് എന്തെങ്കിലും മനസ്സിലായോ? സുജന മാതാജിക്ക് എന്നോടാ ചോദിച്ചേ? യമുനയോടാണോ ചോദിച്ചേ? എന്നാ യമുന മാതാജി പറഞ്ഞോളൂ. സുജന മാതാജിക്ക് മൈക്ക് ഓണാക്കാണ്ട് പറ്റുന്നില്ല. യമുന മാതാജി പറഞ്ഞോളൂ. എന്തെങ്കിലും മനസ്സിലായോ? അർജുനൻ ഒരു പരമഭക്തനായതുകൊണ്ട് അർജുനന് ഒരു നിമിഷം പോലും ഭഗവാനെ മറന്നിരിക്കാൻ സാധിക്കുന്നില്ല. കൃഷ്ണനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അർജുനന് ഒരു പേര് വന്നു. അർജുനന് വന്ന പേരെന്തായിരുന്നു? ഗുഡാകേശൻ. 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 വേറൊരു ശ്ലോകത്തിൽ അർജുനന് ഒരു പേര് പറഞ്ഞായിരുന്നു ഇതിന് മുൻപേ ഉള്ള കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തപ്പോ. ആ പേരെന്തായിരുന്നു? ധനജ്ഞയൻ. ധനജ്ഞയൻ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവോ? ധനജ്ഞയൻ അല്ലെ? ധനത്തെ അതിജീവിച്ച ആള്. ഇവിടെ ഗുഡാകേശൻ, നിദ്രയെ അതിജീവിച്ച, നിദ്രയിൽ പോലും ഭഗവാനെ പിരിയാതിരിക്കുന്ന അവസ്ഥയാണ് അല്ലെ?
നിദ്ര അതിജീവിച്ചെന്ന് നമ്മൾ ഭൗതികമായിട്ട് പറയുമെങ്കിലും ഇവിടെ നമ്മൾ എടുക്കേണ്ടത് ഭഗവാന് ഒരു സമയം പോലും പിരിഞ്ഞിരിക്കാനായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകാത്ത ഒരു ഭാവത്തിലാണ് അർജുനൻ. അടുത്തത് പാഞ്ചജന്യം പുരുഷവേശോ ദേവദത്തം ധനജ്ഞയ. അതെ അതെ അതെ. അടുത്തത് ഭാരതി മാതാജി. ഹരേ കൃഷ്ണ. മാതാജിക്ക് എന്താ മനസ്സിലായത്? ഹരേ കൃഷ്ണ പ്രഭു. നമ്മൾ എത്ര വലിയ ആപത്ത് വന്നാലും ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന് ശരണം പ്രാപിക്കുക. അതാണ് നമ്മുടെ അർജുനനെ ഈ പ്രതിസന്ധി വന്നപ്പോ, യുദ്ധക്കളത്തിൽ വെച്ചിട്ടുള്ള ഈ പ്രതിസന്ധി വന്നപ്പോ ഭഗവാൻ അർജുനന് നല്ല ധൈര്യം കൊടുത്തു. അതുപോലെ തന്നെ മനസ്സിന് ധൈര്യം കൊടുത്തു. അതുപോലെ നമ്മളും അതുപോലെ നമ്മുടെ പ്രതിസന്ധി വരുമ്പോ ഭഗവത്ഗീത ഒന്ന് പകർത്തി നോക്കുക. അതുപോലെ നമുക്ക് എന്റെ അനുഭവത്തിൽ അങ്ങനെ വരുന്നു എനിക്ക് തോന്നുന്നു. ഭഗവത്ഗീത മറിച്ച് നോക്കുമ്പോ നമുക്ക് ആ മനസ്സിന്റെ ഒരു ഇത് മാറ്റം വരും. വലിയൊരു ആപത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഭഗവത്ഗീത മറിച്ച് നോക്കും. അത് നല്ലൊരു വഴിത്തിരിവാണ്. അതെ, തീർച്ചയായിട്ടും. ഇനി നമ്മൾ ഇതങ്ങ് മുറുകെ പിടിക്കുക. ഈ ഭഗവത്ഗീത എനിക്ക് പഠിച്ചേ അടങ്ങുള്ളൂ. എനിക്കത് പൂർത്തിയാക്കണം. അതിനുവേണ്ടിയിട്ട് ഭഗവാന്റെ കൃപ ഉണ്ടാകണം. അതായത് നമ്മുടെ പരിശ്രമവും ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ എന്തും കാര്യം നടക്കുള്ളൂ അല്ലേ? നമ്മളുടെ പരിശ്രമം ഉണ്ടാകണം. എനിക്ക് ഇത് പഠിച്ചേ അടങ്ങുള്ളൂ. ഭഗവാന്റെ ജ്ഞാനം, ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞ് മതിയാകുള്ളൂ എന്നൊരു ഉറച്ച തീരുമാനം. അപ്പൊ ഈ സത്സംഗത്തിന് വരാനായിട്ട് ഉള്ള ആ ഒരു സമയം എനിക്ക് വേണ്ടിയിട്ട് നീക്കി തരണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ അതിന് ആ സമയവും തരും, നമുക്ക് അത് പഠിക്കാനുള്ള ബുദ്ധിയും തരും. മനസ്സിലായില്ലേ? അപ്പൊ അല്ലെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും ഈ സമയത്ത് എന്തെങ്കിലും ഒരു സാധനം, ആരെങ്കിലും ഒരു വിരുന്നുകാർ കയറി വരട്ടെ എന്നൊക്കെ പറഞ്ഞ് വ്യതിചലിക്ക്, ഇന്ന് എനിക്ക് പോകണ്ട, ഇന്ന് എനിക്ക് കുറച്ച് ക്ഷീണം, എനിക്ക് മുട്ടേപ്പനിയാണ്, അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ കയറാം, ഇങ്ങനെ പറഞ്ഞ് ചാഞ്ചല്യപ്പെട്ടിരിക്കുവാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? പിന്നീട് ഒരിക്കലും കയറാൻ പറ്റാത്ത രീതിയിൽ മായ പറയും, കുറെ വിരുന്നുകാരെ കൊണ്ടുതരും, അല്ലെങ്കിൽ എന്തായാലും ഒരു മുട്ടിന് വേദന വരും. പിന്നെ ഒരു ദിവസം നമ്മൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയൊക്കെ ഒരുപാട് നാളായല്ലോ, ഇതേ ദിവസം തന്നെ നമ്മൾ പോകാൻ ഒരുങ്ങും. അപ്പൊ അങ്ങനെ നമ്മൾ കയറാണ്ട് ഉള്ള അവസരം അങ്ങ് നഷ്ടപ്പെട്ട് പൂർണ്ണമായിട്ടും പോകും. ഇതാണ് മായയുടെ ശക്തി. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ആഗ്രഹം, നമ്മളുടെ പരിശ്രമവും ഭഗവാന്റെ കൃപയും, ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഭഗവത്ഗീത നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് സുജന പറയാം. സുജന മാതാജി. എനിക്ക് ഒരുപാട് കുറെ അനുഭവങ്ങളൊക്കെ ഉണ്ടായി ഭഗവാന്. എനിക്ക് ഈ ജന്മാഷ്ടമിക്ക് എനിക്ക് ഭഗവത്ഗീത ഇപ്പൊ പ്രഭുജി തുടങ്ങിയപ്പോ എനിക്ക് ചെറിയ ബുക്കായിരുന്നു, അതില് ഭാവാർത്ഥമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ പ്രഭുജി പറഞ്ഞ് ഈ ബുക്കല്ലെന്ന്. അപ്പൊ ഞാനോർത്ത് എങ്ങനെയാ, അപ്പൊ ഇനി പുതിയ ബുക്ക് വാങ്ങണമല്ലോ. ഞാനൊന്ന് പ്രസ്സിൽ വിളിച്ചു, ബുക്ക് സ്റ്റാളിൽ വിളിച്ച് ചോദിച്ചു. അപ്പൊ പറഞ്ഞു വരാം, ഒരാഴ്ചക്കകം വരുമ്പോ തരാന്ന് പറഞ്ഞു. അതിനിടയ്ക്കാണ് ജന്മാഷ്ടമി വന്നത്. ജന്മാഷ്ടമി വന്നപ്പോ ഞാൻ ഈ ബുക്കുകൾ അടുക്കി വെച്ചിരിക്കുന്ന ഭാഗത്ത് ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് ഈ ഭഗവത്ഗീത, നമ്മളിപ്പോ വായിക്കുന്ന ബുക്കിന് 2 എണ്ണം ഇരിക്കുന്നു പുതിയത്. എനിക്ക് അത് വലിയ ഫയല് 2 എണ്ണം ഇരിക്കുന്നു. എങ്ങനെയെന്ന് വെച്ചാല് എനിക്ക് ഓർമ്മ വന്നു, എനിക്ക് ഇസ്കോൺകാര് ഒരു ദിവസം എന്റെ വീട്ടിൽ വന്നിരുന്നു. അവര് അന്ന് റിഡക്ഷനിൽ ബുക്ക് വിൽക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഒരു ബുക്ക് എടുത്താൽ ഒരു ബുക്ക് ഫ്രീ എന്ന് പറഞ്ഞു. അപ്പൊ അപ്പോഴും എനിക്ക് അത്ര ഇതില്ലായിരുന്നു, ഞാൻ ഇത് എടുക്കാൻ മടിച്ചിരുന്ന സമയമായിരുന്നു. അപ്പൊ അവരെന്നോട് പറഞ്ഞ് ഒരെണ്ണം എടുക്കുക, എന്തായാലും എടുക്കാം. അങ്ങനെ ഞാൻ ഒരു ബുക്ക് എടുത്തപ്പോ ഒരെണ്ണം കൊടുത്തു. അങ്ങനെ ഇപ്പൊ 2 ബുക്ക് ഞാൻ അങ്ങനെ ജന്മാഷ്ടമിയുടെ ഈ ബുക്കൊക്കെ അടുക്കി വെച്ചേക്കുന്ന ഭാഗത്ത് ചെന്ന് എനിക്ക് എന്തോ മനസ്സിൽ തോന്നിച്ചെന്ന് എടുക്കാനായിട്ട്. അങ്ങനെ ചെന്ന് ബുക്കുകളൊക്കെ എടുത്തു നോക്കിയപ്പോ അവിടെ 2 എണ്ണം ഇരിക്കുന്നു. ഭയങ്കര ഇതിൽപ്പരം ഒരു സന്തോഷം ഉണ്ടായില്ല. അന്നേ ദിവസം തന്നെ ഇങ്ങനെ ഒരു ബുക്ക് കിട്ടിയത് വളരെ സന്തോഷമായി. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓരോ ഭഗവാനുമായിട്ട് സംസാരിക്കും. തീർച്ചയായിട്ടും നമ്മൾ മനസ്സ് നമ്മൾ അർപ്പിച്ചു കഴിയുമ്പോഴത്തേക്കിനും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല, നമ്മൾ അറിയാതെ തന്നെ വന്നു ചേരും. അതാണ് ഇപ്പൊ അറിയാതെ വന്നു ചേരും. അങ്ങനെ തന്നെ അറിയാതെ വന്നു ചേരും ഓരോ കാര്യം. അങ്ങനെ ഇപ്പൊ പത്മനാഭ സ്വാമി ക്ഷേത്രത്തില് ഞങ്ങൾ വായിക്കാൻ, എനിക്ക് പറ്റുന്ന എല്ലാ ദിവസവും പോകാനൊന്നും പറ്റിയില്ല. വ്യാഴാഴ്ച ദിവസം എന്തായാലും ഞാൻ വായിക്കാൻ പോകും. അവിടെ നിന്ന് വിഷ്ണു സഹസ്രനാമം വായിക്കാം. ഇപ്പൊ ഇത് നടക്കുന്നല്ലേ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ
ഉം. നമുക്ക് എത്രയോ പ്രാവശ്യം ഇത് വായിക്കണമല്ലോ വിഷ്ണു സഹസ്രനാമം. അതെ അതെ. ആ വേഴ്ച പോവും. അങ്ങനെ ഇപ്പൊ അവരെന്നെ ആ ഗ്രൂപ്പിലൊക്കെ ചേർത്ത് എന്റെ ഫോണിൽ അവര് ഓരോ മെസ്സേജുകൾ അയക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ വലിയ ഒരു ഇതായിട്ട് വരുന്നു. അത് പ്രഭുജിയുടെ ക്ലാസ്സിൽ ചേർന്നതിന് ശേഷമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഞാൻ കുറച്ചുകൂടെ അങ്ങ് ഇൻവോൾവഡ് ആയിരുന്നു. ആ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഓക്കെ ഹരിപോൽ, അതെല്ലാം ഭഗവാൻ ആ ഒരു അതിനോട് നന്ദി പറയാ എല്ലാത്തിനും. കാര്യം ഞാൻ പറയില്ലേ, സ്വല്പം അല്പസ്യ ധർമ്മസ്യ, നമ്മൾ സ്വല്പം അല്പമൊക്കെ ശ്രമിച്ചാൽ മതി. നമ്മൾ വേറെ കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ മനസ്സിനെ ഇങ്ങോട്ടേക്ക് ഭഗവാനിലേക്ക് നമ്മൾ കുറച്ച് ശ്രമിക്കുക. ബാക്കി ഫലം മുഴുവൻ ഭഗവാനാണ് തരുന്നത് അല്ലേ. നമ്മൾ പിന്നെ അതിന്റെ പുറകെ അന്വേഷിച്ച് പിടിച്ച് നടക്കണ്ടോ. നമ്മളൊരു ചെറിയ രീതിയിലേക്ക് ഇതിലേക്ക് കൊടുക്കുക. നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് എന്താണ്, നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യും. നമ്മൾ ഇത് ലാസ്റ്റ് അല്ലേ, ഇത് ലാസ്റ്റ് എന്നുള്ള രീതിയിൽ കാണണം. അതിൽ വരെ നമ്മൾ ഇതിലേക്ക് ശ്രദ്ധ വേണം. എനിക്കിത് പഠിക്കണം, ഇതാണ് ഇനി എൻ്റെ ജീവിതത്തിൽ. ഞാൻ ഇത്രയും പ്രായമായി അല്ലേ, ഞാൻ ഇനി എന്താണ് ഇനി ബാക്കിയുള്ള ജീവിതത്തിലെങ്കിലും എനിക്ക് എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും അറിയണം. ഈ ഒരു ആഗ്രഹം വെച്ച് നിന്ന് ബാക്കി കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി ഭഗവാൻ കൊണ്ടുതരും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മള് സമയം അതിക്രമിച്ചാൽ ഇനി ബാക്കിയുള്ളവരോടൊന്നും ചോദിക്കുന്നില്ല. ശാന്തകുമാരി മാതാജി ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവരോടൊന്നും ചോദിക്കാനുള്ള സമയമില്ല. എല്ലാവർക്കും വേറെ വേറെ വീട്ടിൽ തിരക്കുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. വാഞ്ചകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യവച പതിദാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തിക്ക് ജയ, അനന്തകോടി ആചാര്യവന്തിക്ക് ജയ. ഹരിബോൾ, ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാവരും ഇത്രയും നേരം എന്നെ സഹിച്ചിരുന്നതിലൊക്കെ താങ്ക്സ്. പലർക്കും വേറെ ക്ലാസ് ഉള്ളതുകൊണ്ട് അവരെല്ലാം എക്സിറ്റ് ആയി. സഹിച്ചതല്ല, സമയക്കുറവാണ്. നമുക്ക് മതിയാകുന്നില്ല ക്ലാസ്. സമയം തീരുന്നില്ല, അതാണ് പറ്റുന്നത്. ഞാൻ അങ്ങ് പറഞ്ഞ് ഇരുന്ന് പോവും. എനിക്കിനി അടുത്ത ക്ലാസ് ഉള്ളത്. അവിടുന്ന് ട്രാവൽ ചെയ്ത് 1 മണിക്കൂർ ട്രാവൽ ചെയ്ത് പോകണ്ടാണ്. ഞാൻ അതും മറന്നുപോയി. ഞങ്ങൾ ഭഗവാന്റെ കഥ എപ്പോ കേട്ടാലും പുതിയതായിട്ട് കേൾക്കുന്നതാണൊക്കെ തോന്നുക പ്രഭു. അതെ അല്ലേ, അതാണ് ഭഗവാന്റെ കഥകളുടെ ഒരു മഹത്വം. നമ്മൾ ആദ്യം കേൾക്കുന്നതാണൊക്കെ തോന്നുക. ഭഗവാനെ ആശ്രയിക്കും, അങ്ങനെ ജീവിക്കുന്നേ. അപ്പൊ നമ്മൾക്ക് ആ മധുരവും അതിമധുരവും ഇരട്ടി മധുരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഭഗവാന്റെ ആ ഒരു ലീലാ കഥ, ആ ശ്രവണങ്ങള്, ഇത് നമ്മൾ എവിടെ അവസരം കിട്ടിക്കഴിഞ്ഞാലും എവിടെയാണെങ്കിലും ഭഗവാന്റെ കഥ അവിടെ പോയി കേൾക്കാം. കേട്ട് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും 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 മനസ്സിൽ നമ്മൾ കഥ കേൾക്കുന്നതിന് കുഴപ്പമില്ല. നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആധികാരികമായിട്ടുള്ള രീതിയിൽ പഠിക്കണം അല്ലെ. ഭഗവത്ഗീത യഥാരൂപം തന്നെ പഠിക്കണം. ബാക്കിയുള്ള ഒരുപാട് പേര് എഴുതി വെച്ചിട്ട് ഭഗവാന് രൂപമില്ല, ഭഗവാന് ഇതെല്ലാം കഥകളാണ്. ഭാഗവതം മുഴുവൻ കഥകൾ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളുടെ പ്രഭാഷണം കേട്ടു. ഇതെല്ലാം കഥകളാണ്, ഇത് സങ്കല്പമാണ്. നിങ്ങൾ ഇങ്ങനെ സങ്കല്പിക്കുക, നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടൊരു സങ്കല്പമാണ്. നമ്മൾ ഈ ശ്രീരാമേന്ദ്ര ഭഗവാന്റെ കേട്ടൊരു കഥയായിട്ട് തോന്നിക്കുന്നുണ്ടോ? നമ്മൾ ആ ഭഗവാന്റെ അയോധ്യ മുതൽ ഇങ്ങോട്ട് ലങ്ക വരെയുള്ള സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ പ്രത്യക്ഷത്തിൽ അവിടെയുണ്ട്. എല്ലാ സംഭവങ്ങളും നടന്നാണ്. ദ്വാരക മുങ്ങിപ്പോയ ദ്വാരക അവിടെ സമുദ്രത്തിൽ കിടപ്പുണ്ട്. ഭഗവാന്റെ അസ്ത്രം കാലിൽ കൊണ്ട സ്ഥലം എല്ലാം ഉണ്ട്. സങ്കല്പമാണെന്ന് കഥയാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇദ്ദേഹം അവിടെയെല്ലാം ഭാഗവതം പോയി കാണുമ്പോഴാണ് അതിന്റെ അറിയുന്നത്. അവിടെയെല്ലാം ഭഗവാന് രൂപമില്ലെന്നും ഭഗവാൻ ഇതെല്ലാം സങ്കല്പമാണ്, കഥയാണെന്ന് പറയുന്ന ആൾക്കാരോട് നമുക്ക് സഹതാപേ തോന്നുന്നുള്ളൂ. അവർ ഇത്രയൊക്കെ പഠിച്ച് ഇത്രയൊക്കെ ചെയ്തിട്ടും അവർക്ക് എന്തുകൊണ്ട് ഇത് ഭഗവാൻ രൂപം ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമുക്ക് രൂപം ഉണ്ടെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് രൂപം ഉള്ളതുകൊണ്ടാണ് നമുക്ക് രൂപമുള്ളത് അല്ലേ. മനസ്സിലായില്ലേ? നമുക്ക് രൂപവും നമുക്ക് ഈ രൂപവും ഇതെല്ലാം നിറവും എല്ലാം വന്ന് നമ്മുടെ അച്ഛന്റെ അമ്മയിൽ നിന്ന് കിട്ടിയാണ്. അവർ നമ്മുടെ പരംപിതാവായ ഭഗവാൻ രൂപമില്ലെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ മനുഷ്യന്മാരായിട്ട് ഇരിക്കുവോ? അപ്പൊ അങ്ങനെ ഇതെല്ലാം എന്താണ്, നമ്മളും ഭഗവാനും എല്ലാം തുല്യമാണെന്ന് പറഞ്ഞിട്ട് നമ്മളും ഭഗവാൻ തുല്യനാണ്. നാളെ തൊട്ട് എനിക്ക് ഭഗവാന്റെ വേഷം കിട്ടി, ഞാൻ ഭഗവാനാന്ന് പറഞ്ഞിരുന്ന് നിങ്ങൾക്ക് വന്ന് ക്ലാസ് എടുക്കാം. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുക, എന്നാ ഗോവർദ്ധനം നാളെ ഒന്ന് ഉയർത്തി കാണിക്കുമെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇവിടെ നിന്ന് ഒളിച്ചോടി പോവില്ലയോ? എന്നാൽ നിങ്ങൾ ഭഗവാനാണ്. രതിദേവി മാതാജി പ്രഭുജി ഭഗവാനാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, നാളെ ആ ഗോവർദ്ധനം ഒന്ന് ഉയർത്തിയെടുത്ത് കാണിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എന്റെ അവസ്ഥ എന്താകും? അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാര്, നമ്മളെല്ലാവരും ഭഗവാന്റെ അംശമുണ്ട്, ഭഗവാൻ പരമാത്മാവായിട്ട് ഉള്ളിലിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളാരും ഭഗവാൻ അല്ല എന്നുള്ള ഒരു കാര്യം അവരാരും മനസ്സിലാക്കുന്നില്ല. അപ്പൊ നമ്മളിത് പഠിക്കുമ്പോൾ കഥ എല്ലാവരിൽ നിന്നും കേൾക്കാം, പക്ഷെ പഠിക്കുമ്പോൾ നമ്മൾ ഓതറൈസ്ഡ് ആയിട്ട് പഠിക്കണം. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. നമ്മളത് പഠിക്കുമ്പോൾ അവര് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഇതെല്ലാം കഥകളാണ്, നിങ്ങൾ സങ്കല്പമാണ്, നിങ്ങളെ മനസ്സിനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് പറഞ്ഞ് അവര് പറയുന്നുണ്ട്. അപ്പം
ബാക്കിയുള്ള മറ്റുള്ള മതസ്ഥര് ഇതിനെ നിരൂപിക്കുന്നതിന് എന്താണ് കുഴപ്പം? കാരണം നമ്മുടെ കൂടെയുള്ള ആൾക്കാർ, ആചാര്യന്മാർ നമ്മളോട് പറയും ഇതെല്ലാം കഥയാണ്, സങ്കല്പമാണെന്ന്. നിങ്ങൾ ഇങ്ങനെ സങ്കല്പിക്കൂ. ഭഗവാൻ അങ്ങനെ ഗോവർദ്ധൻ ഒന്നും ഉയർത്തിയായിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട, അതൊന്ന് സങ്കല്പിക്കൂ. നിങ്ങളുടെ മനുഷ്യ മനസ്സിനെ ഉയർത്തുകയാണ് ചെയ്യുന്നത് ഭഗവാൻ. ഇതാണ് ഗോവർദ്ധന ലീല. ഇത്രയും പ്രപഞ്ചങ്ങൾ മുഴുവൻ ഉള്ളിൽ ധരിച്ചിരിക്കുന്ന ഭഗവാൻ ഈ ചെറിയ രോമത്തിന്റെ പോലും അത്രയും വലുപ്പമില്ലാത്ത ഒരു ഗോവർദ്ധനത്തിനെ ഉയർത്താനാണോ പാട്? ഇതെന്തുകൊണ്ട് ഈ മൂഢന്മാരുടെ തലയിലേക്ക് പോകുന്നില്ല? മനസ്സിലാകുന്നുണ്ടോ? എന്തുകൊണ്ട് ഭഗവാന്റെ ആ പരമ ദിവ്യോത്തമ പുരുഷത്വം അവർക്ക് മനസ്സിലാകുന്നില്ല? അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മള് കഥകളൊക്കെ എവിടെ നിന്നും കേൾക്കാം, ഭാഗവത കഥകളൊക്കെ കേൾക്കാം. പക്ഷെ പഠിക്കുമ്പോൾ നമ്മൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആചാര്യന്മാർ എഴുതിയ ഭഗവത്ഗീത യഥാരൂപം അത് തന്നെ പഠിക്കണം. ഭാഗവതവും ഉണ്ട്, അത് യഥാരൂപം. അപ്പൊ അതിനകത്ത് ഭഗവാൻ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. വിവർത്തനം എഴുതിയിരിക്കുന്ന ആള് പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. വേറെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവസാനം നമ്മള് ഭഗവാൻ എന്താണ് യുദ്ധം ചെയ്യാണ്ട് പ്രേരിപ്പിച്ച ഒരാള്, ഭഗവാൻ ഒരു കൊലയാളി എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കും. മറ്റുള്ളവരുടെ ഭഗവത്ഗീത ഒക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം കൺക്ലൂഷനിലെത്തും ഭഗവാൻ ആണ് ഇതിന്റെ എല്ലാം പിന്നിൽ, ഭഗവാൻ ഇത് എന്ന് മനഃപൂർവ്വം ഇങ്ങനെ ഒരു കലഹം ഉണ്ടാക്കി. അപ്പൊ ഭഗവാൻ ഒരു കൊലയാളി, കൊല ചെയ്യാണ്ട് പ്രേരിപ്പിച്ച ഒരാള് എന്ന് മാത്രമാണ് കാണുന്നത്. ഇതിന്റെ തത്വം നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പൊ ആ ഒരു രീതിയിലേക്ക് എത്തണോ നമ്മള് ശരിയായിട്ടുള്ള രീതിയിൽ പഠിച്ചു പോകണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അപ്പൊ എല്ലാവർക്കും ഭഗവാന്റെ കൃപയുണ്ടാകട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. കൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ.